Hi, good afternoon. Good afternoon. Good afternoon. സൗണ്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? Clear. Clear. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ഇന്നലത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? ഇന്നലെ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ ക്ലാസ്? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? കേൾക്കാൻ പറ്റും. എന്താടാ? ഇതിലൊന്നും കേൾക്കാൻ പറ്റും. ഓക്കെ 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 എടുക്കാം. ഇപ്പൊ സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ. ഓക്കെ. ഫസ്റ്റത്തെ ചാപ്റ്റർ നമ്മുടെ ഫാർമക്കോഗ്നോസിയുടെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഫാർമക്കോഗ്നോസി ഈസ് ഡിഫൈൻഡ് ആസ് ദി സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ടു ഡ്രഗ്സ്. അതായത് നമ്മൾ ഫാർമക്കോഗ്നോസിൽ പഠിക്കുന്നത് മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് അല്ലേ? അതിന്റെ സയന്റിഫിക്, ഈ ഫാർമക്കോഗ്നോസി എന്ന് പറയുന്ന ഒരു സയന്റിഫിക്കും ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ഫാർമക്കോഗ്നോസി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാർമക്കോഗ്നോസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിസിനൽ പ്ലാന്റ്സ് ആണ് അല്ലേ? മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ മെഡിസിനൽ പ്ലാന്റ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ, ക്രൂ ഡ്രഗ്സിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അത് കൂടാണ്ട് അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഹിസ്റ്ററി, അതായത് ആ ഡ്രഗിന്റെ ഹിസ്റ്ററി. ഓക്കെ, ആ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഡ്രഗിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രം. ഓക്കെ, പിന്നെ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, അത് കൃഷി ചെയ്യുന്ന രീതി. പിന്നെന്താണ്? കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശേഖരണം അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് അതിന് ശേഖരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ചെയ്യും അല്ലേ? വിപണിയിലേക്ക് എത്തിക്കും. ഓക്കെ, വിപണിയിൽ എത്തിക്കുന്ന വരെയുള്ള ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? ഫാർമക്കോഗ്നോസി എന്ന് പറയുന്നത്. ഓക്കെ, ഫാർമക്കോഗ്നോസി എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. നമ്മൾ ഡ്രഗിന്റെ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സ്ട്രക്ചറൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫുഡ് ഡ്രഗ്സിന്റെ എല്ലാതും പഠിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഒപ്പം തന്നെ ഈ ഡ്രഗ്സിന്റെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, കൃഷി ചെയ്യുന്ന രീതിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന്റെ ശേഖരണത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ എത്തിക്കുന്ന വരെയുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്? ഫാർമക്കോഗ്നോസിൽ പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് ഡ്രഗുകളുടെ പേരുകളാണ് പറയുന്നത്. കാർഡമം അറിയാലോ അല്ലെ? ഏലക്കായാണ്. കാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആവണക്കാണ്. ലെമൺ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജിഞ്ചർ ഇഞ്ചിയാണ്. അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അലോവേരയാണ് അല്ലെ? ബ്ലാക്ക് പെപ്പർ ഉണ്ട്. അശ്വഗന്ധ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അശ്വഗന്ധ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ചിത്രം. കണ്ടില്ലേ? അശ്വഗന്ധ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഡെഫിനേഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ ഫാർമക്കോഗ്നോസിയുടെ സ്കോപ്പാണ് പറയുന്നത്. ഫാർമക്കോഗ്നോസി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, ഏത് പ്ലാന്റ്സിന്റെ ഏത് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. സ്കോപ്പ് ഓഫ് ഫാർമക്കോഗ്നോസി. മോസ്റ്റ് ഓഫ് ദ ക്രൂ ഡ്രഗ്സ് ആണ് കൂടുതലായിട്ടും നമുക്ക് ഡ്രഗുകൾ കിട്ടുന്നത്. ക്രൂ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിനൽ പർപ്പസ് ഉള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ ക്രൂ ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഓഫ് ദി ക്രൂ ഡ്രഗ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ്. കൂടുതൽ എമൗണ്ട് ക്രൂ ഡ്രഗ്സ് നമുക്ക് കിട്ടുന്നത് ചെടികളിൽ നിന്നാണ്. സ്മോൾ എമൗണ്ട്സ് ഓഫ് ക്രൂ ഡ്രഗ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസ് ആൻഡ് മിനറൽ ഒറിജിൻസ്. കുറച്ച് അളവ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? ക്രൂ ഡ്രഗ്സ് കുറച്ച് ആനിമൽസ് നിന്നും കിട്ടുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് മിനറൽ ഒറിജിൻസ് നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡ്രഗ്സ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർ പ്ലാന്റ്സ് ഓർ ദെയർ പാർട്സ്. ഓക്കെ, ഒന്നിക്ക് നമ്മൾ ഈ ക്രൂ ഡ്രഗ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒന്നിക്ക് ആ ചെടീനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്?
മെഡിസിനൽ ഫ്രൂട്ട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചെടീനെ മുഴുവനായിട്ട് നമ്മൾ ചില ചെടികളെ മുഴുവനായിട്ട് നമ്മൾ ഫ്രൂട്ട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില ചെടികളുടെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്, ഫ്രൂട്ട് ഡ്രഗ്സ് കളക്ട് ചെയ്യുന്നത് അല്ലേ. അതാണ് ഫസ്റ്റത്തെ പറയുന്നത്. പിന്നെ എഫിഡ്ര ആൻഡ് ഡാറ്റൂറ ആർ എൻഡയർ പ്ലാന്റ്സ്. എഫിഡ്ര ഡാറ്റൂറ എന്ന് പറയുന്നത് ആ ചെടിയുടെ എൻഡയർ പ്ലാന്റ്, ആ ചെടി മുഴുവനായിട്ട് നമ്മൾ ഫ്രൂട്ട് ഡ്രഗ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എഫിഡ്രയും ഡാറ്റൂറും ഒക്കെ മുഴുവനായിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മൾ വൈൽ സെന്ന ലീവ്സ് ആൻഡ് പോഡ്സ്. സെന്ന എന്ന് പറഞ്ഞ ചെടി നമ്മൾ ഇന്നലെ പിക്ചർ കണ്ടായിരുന്നു, സെന്ന ഓർമ്മയില്ലേ? സെന്നയുടെ ലീവ്സും പോഡ്സും ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫ്രൂട്ട് ഡ്രഗ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നെക്സ്വോമിക്ക ആണ്. നെക്സ്വോമിക്ക നമ്മൾ പിക്ചർ കണ്ടായിരുന്നു അല്ലേ? എന്താണ്? കാഞ്ഞിരത്തിനെയാണ് നമ്മൾ നെക്സ്വോമിക്ക എന്ന് പറയുന്നത് അല്ലേ? നെക്സ്വോമിക്കയുടെ സീഡാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി നെക്സ്വോമിക്കയുടെ സീഡ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിങ്കോണയുടെ ബാർക്കാണ്, തടിഭാഗമാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫ്രൂട്ട് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്രൂട്ട് ഡ്രഗ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് ചില സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോസസ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഫ്രൂട്ട് ഡ്രഗ്സ് ഈ ചെടികളിൽ നിന്ന് നമ്മൾ വെറുതെ നമുക്ക് പിഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ചില പ്രോസസ്സുകൾ ചില സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോസസ്സുകൾ നമ്മൾ നടത്തണം, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പ്ലാന്റ്സിൽ നമുക്ക് ഫ്രൂട്ട് ഡ്രഗ്സിനെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് ഫോളോ ചെയ്യുന്ന 2 മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. ഒന്നിക്ക് ഡ്രൈയിങ് ആണ്. ഫസ്റ്റത്തെ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഉണക്കിയിട്ട് നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുക അല്ലേ. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രാക്റ്റിംഗ് വിത്ത് വാട്ടർ. അതായത് ഇത് കുറേ നാൾ വെള്ളത്തിനെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാക്റ്റിംഗ് വിത്ത് വാട്ടർ, വെള്ളത്തിൽ കുറേ നാൾ ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിൻ്റെ ഡ്രഗ്സ് ഒക്കെ എന്തുണ്ടാവും ഈ വെള്ളത്തിൽ വന്നില്ലേ, എന്നിട്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോസസ്സാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫാർമാകോഗ്നോസിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ ഈ ഫാർമാകോഗ്നോസിൽ പഠിക്കുന്ന ഡ്രഗുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മെഡിസിൻസിലാണ്? ആയുർവേദിക് മെഡിസിൻസിലാണ് അല്ലേ. നമ്മൾ അലോപ്പതിക് മെഡിസിൻസിലും സാധാരണയായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, ഈ ഫാർമാകോഗ്നോസിൽ നമ്മൾ പഠിക്കുന്ന ഡ്രഗ്സുകൾ നമ്മൾ അലോപ്പതിക് മെഡിസിൻസിൽ നമ്മൾ കാണുന്നില്ല കൂടുതലായിട്ടും. കുറച്ച് ചില ഇതിൽ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ അല്ലേ. ഓക്കെ, കൂടുതൽ ആയുർവേദത്തിലാണ് ഈ ഡ്രഗ്സുകളൊക്കെ ഉൾപ്പെടുന്നത് കേട്ടോ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രൂട്ട് ഡ്രഗ്സ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആനിമൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്, മിനറൽ ഒറിജിൻസ് നിന്നൊക്കെ കിട്ടുന്നുണ്ട്. മിനറൽ ഒറിജിൻസ് പറഞ്ഞാൽ എന്താ, ധാതു ലവണങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് പിന്നെ ഇവിടെ അതുപോലത്തെ കുറച്ച് സോഴ്സുകളാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെ ഏത് ഡ്രഗുകളൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ വെജിറ്റബിൾ സോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിന്നമൺ, ഡിജിറ്റാലിസ്, സാഫ്രോൺ, ക്ലോവ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സിന്നമൺ പറയുന്നുണ്ട്, ഡിജിറ്റാലിസ്, സാഫ്രോൺ, ക്ലോവ് ഒക്കെയാണ് വെജിറ്റബിൾ സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അനിമൽ സോഴ്സ് ആണ്. അനിമൽ സോഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, ബീസ്വാക്സ് വരുന്നുണ്ട്, കാന്തറൈഡ്സ് വരുന്നുണ്ട്. കാന്തറൈഡ്സ് ഒരു ഇൻസെക്ട് പോലത്തെ സംഭവമാണ് അല്ലേ, ഒരു ഇൻസെക്ട് ആണ്. നമ്മൾ ഇന്നലെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു കാന്തറൈഡ്സിന്റെ അല്ലേ. അതായത് അനിമൽസിന് അതിന്ന് ഒരു വാക്സ് ഒക്കെ ഒരു കൊഴുപ്പ് പോലത്തെ സാധനം കിട്ടും. അതാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആനിമൽ സോഴ്സിൽ ഏതൊക്കെ വരുന്ന എക്സാമ്പിൾ ബീസ്വാക്സ്. ബീസ്വാക്സ് എന്ന് പറയുമല്ലോ, ഈച്ചയിൽ നമുക്ക് ഈച്ചയുടെ മറ്റേ ഹണി ഉണ്ടാക്കുന്ന ആ കോമ്പിൽ തന്നെ നമ്മൾ ഹണിയൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു വാക്സ് പോലത്തെ സംഭവം കാണാൻ പറ്റും. അതാണ് ബീസ്വാക്സ്. അതിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ബീസ്വാക്സ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാന്തറൈഡ്സ് ആണ്. കാന്തറൈഡ്സ് ഒരു ഇൻസെക്റ്റ് ആണ്, അതിൽ ഒരു വാക്സ് പോലത്തെ ഒരു സംഭവം തന്നെ അതൊന്നും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോഡ് ലിവർ ഓയിലാണ്. കോഡ് ലിവർ ഓയിൽ എന്ന് പറഞ്ഞാൽ കോഡ് ഫിഷിന്ന് കോഡ് ഫിഷിന്റെ ലിവറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഓയിലാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജെലാറ്റിൻ ആണ് അല്ലേ. ജെലാറ്റിൻ ഇതുപോലത്തെ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ് അത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിനറൽ സോഴ്സ് ആണ്. മിനറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോക്ക്, ആസ്ബറ്റോസ് ഒക്കെ പോലത്തെ അല്ലേ, പൊടികൾ പോലത്തെ സംഭവങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഒരു പൊടികൾ പോലത്തെ പൊടികളാണ്. ചോക്ക്, ബെൻഡോണൈറ്റ്, ആസ്ബറ്റോസ്, ടാൽക്ക്, കവോലിൻ, ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ പറയുന്നത്, മിനറൽ സോഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ് എന്തെന്ന് പറയുന്നത്, ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് കളക്ട് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് അല്ലേ. എന്നിട്ട്
ആർക്കെതിരെയാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിനെതിരെ തന്നെ. അതായത് നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസം കടന്നുകൂടിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറയില്ലേ നമുക്ക് വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആന്റിബയോട്ടിക്സ് ചെയ്തു അല്ലേ? അതെന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ മൈക്രോ ഓർഗാനിസം കടന്നുകൂടി കഴിഞ്ഞാൽ അതിനെതിരെ അത് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആന്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ഏതൊക്കെ പറയുന്നത്? പെൻസിലിൻ വരുന്നുണ്ട്, സ്ട്രെപ്റ്റോമൈസിൻ വരുന്നുണ്ട്, ടെട്രാസൈക്ലിൻ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അലർജൻസ് ആണ്. അലർജൻസിൽ വരുന്നത് പോളൻ ഗ്രെയിൻസ് വരുന്നുണ്ട്, മൗൾഡ് സ്പോർസ് വരുന്നുണ്ട്, ഫെതേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? അലർജൻസ് വരുന്നുണ്ട്, പോളൻ ഗ്രെയിൻസ് വരുന്നുണ്ട്. പോളൻ ഗ്രെയിൻസ് അറിയാലോ, പൂമ്പൊടിയാണ്. മൗൾഡ് സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലത്തെ കുഞ്ഞ് എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, സ്പോറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുട്ടകളാണ് കുഞ്ഞ്. പിന്നെന്താണ്? ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തൂവലുകൾ അല്ലേ? പിന്നെന്താണ്? ഇമ്മ്യൂണൈസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മ്യൂണൈസ് ചെയ്യാന്നെന്താ? പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളത് അല്ലേ? പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് വാക്സിൻസ് വരുന്നുണ്ട്, സെറംസ് വരുന്നുണ്ട്, ആന്റി ടോക്സിൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെസ്റ്റിസൈഡ്സ് ആണ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പ്രാണികളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിന് വരുന്ന ഡ്രഗുകൾ ഏതൊക്കെയാണ് വരുന്നത്? പൈറത്രിൻ വരുന്നുണ്ട്, റോട്ടിനോൺ വരുന്നുണ്ട്, നിക്കോട്ടിൻ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡ്രഗ്സിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആരോ ഒന്ന് പറയാം ഫാർമക്കോഗ്നോസിയുടെ ഡെഫിനിഷൻ. Pharmacognosy is defined as the scientific and systematic study of structural, physical, chemical, biological characters of fruit drugs along with their history, method of cultivations, collections and preparations of the markets. Pharmacognosy എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറലായിട്ടും കെമിക്കൽ പരമായിട്ടും ബയോളജിക്കൽ പരമായിട്ടുള്ള ഫ്രൂട്ട് ഡ്രഗ്സിന്റെ പഠനത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത്. അതിൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷന്റെ മെത്തേഡ്സ് അടങ്ങിയിട്ടുണ്ടാവും, അതിന്റെ കളക്ഷൻസ് അടങ്ങിയിട്ടുണ്ടാവും, അതുപോലെ മാർക്കറ്റിന്റെ പ്രിപ്പറേഷൻസും അടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കാർഡമമാണ്. കാർഡമം, കാസ്റ്റർ എന്നല്ലേ? കാസ്റ്റർ അത് CAR എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ലെമൺ, ജിഞ്ചർ, അലോയി എന്നല്ലേ? HLOE എന്നാ കൊടുത്തിരിക്കുന്നത്. HLO. പിന്നെ ബ്ലാക്ക് പെപ്പർ, അശ്വഗന്ധ. അത് സ്കോപ്പ് ഓഫ് ഫാർമക്കോഗ്നസി. ആരാ പറയാ സ്കോപ്പ് ഓഫ് ഫാർമക്കോഗ്നസി? പറഞ്ഞോളൂ. Of the fruit drugs are obtained from plants and a small amount of fruit drugs are obtained from animals and mineral origins. കൂടുതൽ അളവിലും പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ് ഫ്രൂട്ട് ഡ്രഗ്സ് കിട്ടുന്നത്. കൂടുതൽ അളവിൽ obtained from plants and a small amount of fruit drugs are obtained from animals and minerals origin. കൂടുതൽ അളവിൽ പ്ലാന്റ്സിൽ നിന്നും കുറഞ്ഞ അളവിൽ ആനിമൽസിൽ നിന്നും മിനറൽസിൽ നിന്നും കിട്ടുന്നു. Drugs obtained from plants consist of entire plants or their parts. ഡ്രഗ്സ് ചില ചെടികളുടെ ചില ഭാഗങ്ങൾ മാത്രമേ മെഡിസിനൽ പർപ്പസിനായി ഉപയോഗിക്കുന്നുള്ളൂ. പ്ലാന്റ്സ് ഓർ their parts. Epidra and Datura are entire plants. എപ്പിഡ്രയുടെയും ഡാറ്റൂറയുടെയും മുഴുവൻ ഭാഗങ്ങളും മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. While senna leaves and pods, സെന്നയുടെ ലീവ്സും പോഡ്സും ആണ് ഉപയോഗിക്കുന്നത്. നെക്സോമിക്ക seeds and cinchona bark are parts of the plant. നെക്സോമിക്കയുടെ സീഡും സിൻചോനയുടെ ബാർക്ക് ഉപയോഗിക്കുന്നു. Crude drugs may also be obtained from simple physical process like drying or extracting with water. Crude drugs കളക്ട് ചെയ്യുന്നത് ഇത് ബൈ സിമ്പിൾ ഫിസിക്കൽ പ്രോസസ് ലൈക്ക് അത് ഡ്രൈയിങ് ഓർ എക്സ്ട്രാക്ടിങ്, ഉണക്കി പൊടിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത്.
അടുത്ത ആളെ പറയാം ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡ്രഗ്. പറയാമോ? ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡ്രഗ്സ്, അങ്ങനത്തെ സോഴ്സസ് ഉറവിടങ്ങളും അതിന്റെ എക്സാമ്പിൾസും ആണ് പറയുന്നത്. ഫസ്റ്റ് വെജിറ്റബിൾസ്, അതിന്റെ എക്സാമ്പിൾ സിനമൺ, വെജിറ്റാലീസ്, സാഫ്രൺ, ക്ലോവ്. സെക്കൻഡ് അനിമലിൽ നിന്ന് കിട്ടുന്നത് ബീ വാക്സ്, കാൻത്രൈഡ്സ്, കോഡ് ലിവർ ഓയിൽ, ജെലാറ്റിൻ. തേർഡ് മിനറൽ, ധാതുക്കളിൽ നിന്ന് കിട്ടുന്ന ചോക്ക്, ബാൻഡനൈറ്റ്, ആസ്പെറ്റോസ്, ടാക്, കൗലിൻ. ആന്റിബയോട്ടിക്സിൽ നിന്ന് ആന്റിബയോട്ടിക്സ് പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ. അലർജൻസ് എക്സാമ്പിൾസ് പോളൻ ഗ്രെയിൻസ്, മൗൾ സ്പോർസ്, ഫെദേഴ്സ്. അടുത്ത ഇമ്മ്യൂണൈസിങ് ഏജൻസ്, അതിന്റെ എക്സാമ്പിൾസ് വാക്സിൻസ്, സെന്ന, ആന്റി ടോക്സിൻ. സെന്ന എന്നാണോ സെന്ന എന്നാണോ SCNN ആണോ? ഏതാടാ? സെന്ന എന്നാണോ SCNN ആണോ SCRNA ആണോ? വാക്സിൻസ് ഇതല്ലേ വായിക്കണം, ഇമ്മ്യൂണൈസിങ് ഏജൻസ് അല്ലേ? അതെ അതെ അതെ. സെറം ആണല്ലേ? സെറം. 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 ഓക്കെ. സെറം, ആന്റി ടോക്സിൻസ്. at last pesticides, and examples pyrethrin, rotenone, nicotine. Okay. നോട്ട് നോക്കിയാ വായിക്കുന്നത്. അപ്പൊ നോട്ടിൽ ഒത്തിരി തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇത് നമ്മൾ എഴുതിയെടുത്തതായിരുന്നില്ലേ കഴിഞ്ഞ ഇതിന്? കറക്റ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ നോട്ട് നോക്കിയാ വായിക്കുന്നത്. ഓക്കെ. അത് കുഴപ്പമില്ല, ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാം. ഓക്കെ. ഹിസ്റ്ററി ഓഫ് ഫാർമാകോഗ്നസി നോക്കാം നമുക്ക്. നമ്മുടെ ഫാർമാകോഗ്നസിയുടെ ചരിത്രമാണ് പറയുന്നത് അല്ലേ. ഗ്രീക്ക് ഫിസിഷ്യൻ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്കിലത്തെ ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടം പറയുന്നത് 460 മുതൽ 360 BC കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ആരെ? ഹിപ്പോക്രൈറ്റ്സ് അല്ലെ. ഹിപ്പോക്രൈറ്റ്സ് ഗ്രീക്കിലത്തെ ഫിസിഷ്യൻ ആയിരുന്നു. അയാൾ അറിയപ്പെടുന്നത് എന്തെന്നറിയപ്പെടുന്നത്? നോൺ ആസ് ഫാദർ ഓഫ് മെഡിസിൻ, അതായത് മെഡിസിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്, മരുന്നുകളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഡെൽറ്റ് വിത്ത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ആള് ഡീൽ ചെയ്തിരുന്നത്, ആള് കൈകാര്യം ചെയ്തിരുന്നത് എന്തായിരുന്നു? അനാട്ടമി, ഹ്യൂമൻ ബീങ്സിന്റെ അനാട്ടമിയും ഫിസിയോളജിയും കുറിച്ചായിരുന്നു ആള് ഡീൽ ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്ന അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ടാണ്. അരിസ്റ്റോട്ടിൽ ദ റിനോഡ് ഫിലോസഫർ, അറിയപ്പെടുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 384 മുതൽ 322 BC കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഈസ് വെൽ നോൺ ഫോർ ഹിസ് സ്റ്റഡീസ് ഓൺ ആനിമൽ കിങ്ഡം. അതായത് നമ്മുടെ അരിസ്റ്റോട്ടിൽ ഡീൽ ചെയ്തിരുന്നത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു പഠനം നടത്തിയത്? അനിമൽ കിങ്ഡത്തിന് അല്ലെ. അനിമൽ കിങ്ഡം എന്താ? ആനിമൽസിനെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയത്. ആൻഡ് തിയോഫ്രാസ്റ്റസ്, എന്താണ് ആളുടെ പേര്? തിയോഫ്രാസ്റ്റസ് 370-287 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ആള് ഡീൽ ചെയ്തിരുന്നത് പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, ഒന്നും കൂടി പറയാം ഈ പാരഗ്രാഫ്. നമ്മുടെ ഗ്രീക്കിലത്തെ ഒരു ഫിസിഷ്യൻ ആയിരുന്നു ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നത്. 460-360 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ആൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആള് ഈ ഹിപ്പോക്രാറ്റ്സ് ഡീൽ ചെയ്തിരുന്നത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചിട്ടുള്ള അനാട്ടമി ആൻഡ് ഫിസിയോളജി ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ടാണ്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു. ആള് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 384 മുതൽ 322 BC കാലഘട്ടത്തിലായിരുന്നു. ആള് അനിമൽ കിങ്ഡത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ആണ് നടത്തിയത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് 370-287 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ആള് പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ്, പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡയസ്കോറൈഡ്സ് ആണ്. ഡയസ്കോറൈഡ്സ് എന്ന് പറയുന്നത് എന്താ? എ ഗ്രീക്ക് ഫിസിഷ്യൻ, ഗ്രീക്കിലത്തെ ഫിസിഷ്യൻ ആണ്. ഇൻ 78 AD. ഓക്കെ,
അതായത് AD 78 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഗ്രീക്കിലത്തെ ഫിസിഷ്യനാണ് ഡയസ്കോറൈഡ്സ് എന്ന് പറഞ്ഞു അല്ലേ. 78 AD കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ഡയസ്കോറൈഡ്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്ഡ് സെവറൽ പ്ലാന്റ്സ് ഓഫ് മെഡിസിനൽ ഇമ്പോർട്ടൻറ്റ് ഇൻ മെറ്റീരിയൽ മെഡിക്ക, അതായത് ധാരാളം പ്ലാന്റ്സിന്റെ മെഡിസിനൽ ഇമ്പോർട്ടൻസിനെ, അതായത് എന്താണ് നമ്മുടെ മെഡിസിനെ കുറിച്ചുള്ള പ്രാധാന്യം ഉണ്ടാവല്ലോ, മെഡിസിനൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു, ബുക്ക് തയ്യാറാക്കി. അതാണ് പറയുന്നത്. ഡയസ്കോറൈഡ്സ് എന്ന് പറഞ്ഞ ഗ്രീക്കിലത്തെ ഫിസിഷ്യനാണ്. AD 78 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ആള് ധാരാളം പ്ലാന്റ്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് അതിന്റെ പ്ലാന്റ്സിന്റെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉൾപ്പെടുത്തിയിട്ട് മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് തയ്യാറാക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് പ്ലിനി ദി എയ്തർ. പ്ലിനി ദി എയ്തർ, എയ്തർ എന്നാണ് കേട്ടാ, EITHER ആണ് കേട്ടാ, EITHER എയ്തറിന്റെ സ്പെല്ലിംഗ് വരുന്നത് കേട്ടാ. പ്ലിനി എയ്തർ. ഓക്കേടാ, THER. THER. അതെങ്ങനെ വായിക്കുന്നത്? പ്ലിനീത എയ്തർ അല്ലേ? പ്ലിനി ദി എയ്തർ. പ്ലിനി ദി എയ്തർ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്നത് 2370 AD കാലഘട്ടത്തിലായിരുന്നു. ആളെന്താണ്? ഹു കമ്പൈൽഡ് 37 വോളിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, അതായത് നമ്മുടെ പ്രകൃതിയുടെ ചരിത്രത്തിനെ കുറിച്ചിട്ട് 37 വോളിയംസ്, ഓരോ വോളിയങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ പറയില്ലേ ലക്കങ്ങൾ എന്ന് പറയില്ലേ, ഇങ്ങനെ ഓരോരോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, അങ്ങനെ 37 വോളിയമുള്ള നാച്ചുറൽ ഹിസ്റ്ററി തയ്യാറാക്കി. ഓക്കെ, അതായത് ഓരോ മരുന്നുകളും ഓരോ മെഡിസിൻസിനെ കുറിച്ചിട്ടും അതായത് ഓരോ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഓരോരോ വിശദമായിട്ട് പഠനം നടത്തിയിട്ട് ഒരു 37 വോളിയംസ് ഉള്ള ബുക്ക് തയ്യാറാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രീക്ക് ഫാർമസിസ്റ്റ് ഗാലൻ. ഓക്കെ, ഗ്രീക്കിലെ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു ഗാലൻ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്നത് 131-200 AD കാലഘട്ടത്തിലായിരുന്നു. ഡിസ്ക്രൈബ്ഡ് വാരിയസ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആക്റ്റീവ് കോൺസ്റ്റൻസ് ഓഫ് ഫുഡ് ഡ്രഗ്സ് ആൻഡ് അനിമൽ ഡ്രഗ്സ് കോൾഡ് ഗാലനിക്കൽ ഫാർമസി, അതായത് വാരിയസ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ്, അതായത് ആക്റ്റീവ് കോൺസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, അസുഖം മാറ്റാൻ പെട്ടെന്ന് കഴിവുള്ള ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ടാവുമല്ലോ പ്ലാന്റ്സിലെ, അതിനെ കുറിച്ചിട്ട്. ഓക്കെ, അതിന് ധാരാളം പ്ലാന്റ്സിലുള്ള ആക്റ്റീവ് കോൺസ്റ്റൻസിനെ കുറിച്ചിട്ടും അനിമൽസിലുള്ള ആക്റ്റീവ് കോൺസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗാലനിക്കൽ ഫാർമസി സ്റ്റാർട്ട് ചെയ്തു. അതായത് ആ ആക്റ്റീവ് കോൺസ്റ്റൻസ് അതായത് ഇപ്പോൾ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉള്ള ഡ്രഗുകളൊക്കെ കളക്ട് ചെയ്തിട്ടൊരു ഗാലൻ നിർമ്മിച്ച ഫാർമസി ആയ കാരണമാണ് അതിന് എന്ത് പേരിട്ടേക്കണേ, ഗാലനിക്കൽ ഫാർമസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഗാലനിക്കൽ ഫാർമസി ആൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്നും കൂടി പറയാം. ഗ്രീക്കിലത്തെ ഒരു ഫിസിഷ്യൻ ആയിരുന്നു ഡയസ്കോറൈഡ്സ് എന്ന് പറയുന്നത്. 78 AD കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആളെന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം പ്ലാന്റ്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് അതിന്റെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉൾക്കൊള്ളിച്ചിട്ട് മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞൊരു ബുക്ക് തയ്യാറാക്കി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് പ്ലിനി ദി എയ്തർ എന്ന് പറഞ്ഞ ആളാണ്. 2370 AD കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആള് എന്താണ് നാച്ചുറൽ ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ട് 37 വോളിയംസ് അടങ്ങുന്ന ബുക്ക് തയ്യാറാക്കി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രീക്കിലത്തെ ഫാർമസിസ്റ്റ് ഗാലനാണ്. ആള് ജീവിച്ചിരുന്നത് 131-200 AD കാലഘട്ടത്തിലാണ്. ഡിസ്ക്രൈബ്ഡ് വാരിയസ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആക്റ്റീവ് കോൺസ്റ്റൻസ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. ഓക്കെ, അതായത് എന്താണ് ക്രൂഡ് ഡ്രഗ്സ് ആൻഡ് അനിമൽസ് ഡ്രഗ്സ്. ഓക്കെ, അതായത് നമ്മൾ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ ക്രൂഡ് ഡ്രഗ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ഗാലനിക്കൽ ഫാർമസി തന്നെ ആൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആരാ പറയാ ഹിസ്റ്ററി ഓഫ് ഫാർമക്കോഗ്നസി? പറയാം. History of pharmacy. The Greek physician known as father of medicine, dealt with anatomy of physiology of human beings. Aristotle, the renowned philosopher, is well known for his studies on animal and Theophrastus for banking. Greek physician, Hippocrates Greek physician, ആ കാലയളവിൽ അദ്ദേഹം ഹ്യൂമൻ ബീങ്സിന്റെ ഫിസിക്കൽ പഠിച്ചിരുന്നത്. അരിസ്റ്റോട്ടിൽ ഫിലോസഫർ അറിയപ്പെടുന്നത്.
Dioscorides, a Greek physician, in 78 AD described several kinds of medicine bottles in Media Medica. Materia Medica എന്ന് പറയുന്ന മെഡിസിൻ ബോട്ടിൽസ് എല്ലാം ധാരാളം ബ്രാൻഡ്സുകളെ കുറിച്ച് ഒരുമിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് ഫിസിഷ്യനാണ് പറയുന്നത്. പിന്നെ പ്ലൈനിയുടെ എന്ന് പറയുന്നത് അദ്ദേഹം 23 70 AD ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നേച്ചുറൽ ഹിസ്റ്ററിയിലെ 37 ഓഡിയൻസ് അയാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീക്ക് ഫാർമസിസ്റ്റ് ആക്റ്റീവ് ഡ്രഗ്സിന്റെയും അതുപോലെ അനുബന്ധ ഡ്രഗ്സിന്റെയും ക്രൂഡ് കോൺസിസ്റ്റൻസ് ആക്റ്റീവ് കോൺസിസ്റ്റൻസ് ചെയ്തിട്ട് ആ ഡ്രഗ്സുകൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫാർമസിയാണ് ഫാർമസി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രഗ്സ് 2 ഡെഫിനിഷൻ ഡ്രഗ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ഓൾ മെഡിസിൻസ് ഫോർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അതായത് നമ്മുടെ മനുഷ്യന്മാർക്ക് അകത്തേക്കും പുറത്തേക്കും ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളെയും നമ്മൾ എന്തെന്ന് തന്നെ പറയാം, നമ്മൾ ഡ്രഗ്സ് തന്നെ പറയാം. അതായത് ഓൾ മെഡിസിൻസ് ഫോർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ യൂസ്, എല്ലാ മരുന്നുകളും അല്ലേ, ഫോർ എന്തിനു വേണ്ടിയിട്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ അനിമൽസിലായാലും മനുഷ്യരിലായാലും നമ്മൾ അകത്തേക്കായാലും പുറത്തേക്കായാലും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിൻസിനെയും നമ്മൾ എന്തെന്നാ പറയാ, ഡ്രഗ്സ് തന്നെയാണ് പറയാ കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കിയേ. ഓൾ സബ്സ്റ്റൻസസ് ഇന്റൻഡഡ് ടു ബി for or in diagnosis, treatment or prevention of disease in human beings or animals. അതായത് all substances intend to be used for in diagnosis. അതായത് നമ്മളിപ്പോൾ എന്താണ് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് വിവിധ ടെസ്റ്റുകൾ ചെയ്യും അല്ലേ. ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം, റിയേജന്റുകളും പല കെമിക്കൽസും റിയേജന്റുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ. അതൊക്കെ എന്തിൽ പെടും, ഡ്രഗിൽ തന്നെയാണ് പെടുക കേട്ടോ. അതാണ് പറയുന്നത്. ഡയഗ്നോസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കണ്ടുപിടിക്കുക. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും. ഓർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നമ്മുടെ ഓൾ സബ്സ്റ്റൻസസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ, നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്നോസിസിനായാലും, അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായാലും അതിന്റെ ട്രീറ്റ്മെന്റിനായാലും അസുഖം തടയാനായാലും നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലായാലും അനിമൽസിലായാലും ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസും എന്തിൽ തന്നെയാണ് പെടുക, ഡ്രഗ്സ് തന്നെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ അല്ലേ ഡെഫിനിഷൻ? സെക്കൻഡ് കൂടെ പറയാവോ? All Okay, substances all substances intended to be used for, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഡയഗ്നോസിസ്, അതായത് അസുഖം കണ്ടുപിടിക്കാനും അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും, പിന്നെന്താണ് പ്രിവെൻഷൻ, അസുഖം തടയാൻ വേണ്ടിയിട്ടും. ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസും ആരിൽ ഉപയോഗിക്കുന്നത്, മനുഷ്യന്മാരിലായാലും മൃഗങ്ങളിലായാലും ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ എന്തെന്നാ പറയാ, ഡ്രഗ് എന്ന് തന്നെ പറയാം. അതാണ് പറയുന്നത്. All substances intended to be used for diagnosis, treatment or prevention of disease in human beings or animals. Okay, ഹ്യൂമൻ ബീയിങ്സിലായാലും ആനിമൽസിലായാലും നമ്മൾ അസുഖം കണ്ടുപിടിക്കാനായാലും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായാലും അസുഖം തടയാനായാലും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ എന്തെന്നാ പറയാ, ഡ്രഗ്സ് തന്നെയാണ് പറയാ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻ ആണ് പറയുന്നത്. The substance which are of little or no therapeutic value but are essentially used in, അതായത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിന് എന്തിനുള്ള കഴിവില്ല, അസുഖം മാറ്റാനുള്ള കഴിവില്ല. കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നേരിയ തോതിൽ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കാം. എല്ലാത്തിനും അസുഖം മാറ്റാനുള്ള കഴിവില്ല, ചിലതിന് നേരിയ തോതിൽ അസുഖം മാറ്റാനുള്ള കഴിവ് ഉണ്ടായേക്കാം. ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമുക്ക് എന്തിനാവശ്യമാണ്, മരുന്ന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. അതായത് ആ മരുന്നിന്റെ കോൺസെൻട്രേഷൻ ഡൈലൂട്ട് ചെയ്യാനായാലും മരുന്ന് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നായാലും നമുക്ക് എന്താവശ്യമാണ്, ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മരുന്നിന് കൺസിസ്റ്റൻസി കിട്ടാനും കളർ കിട്ടാനും സ്മെല്ല് കിട്ടാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്താന്നുള്ളത്? ഓക്കെ,
അതാണ് പറയുന്നത്. ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ ഓഫ് ലിറ്റിൽ ഓർ നോ തെറാപ്യൂട്ടിക് വാല്യൂ. സബ്സ്റ്റൻസിന് എന്തില്ല? ലിറ്റിൽ ഓർ നോ തെറാപ്യൂട്ടിക് വാല്യൂ. ഒന്നിക്ക് തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അസുഖം മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ചിലപ്പോൾ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ തോതിൽ അസുഖം മാറ്റാനുള്ള കഴിവുണ്ടായേക്കാം ഒന്നിക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അസുഖം മാറ്റാനുള്ള കഴിവേ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ലിറ്റിൽ ഓർ നോ തെറാപ്യൂട്ടിക് വാല്യൂ but are essentially used in manufacturing or compounding of various pharmaceutical. പക്ഷെങ്കിൽ നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? മാനുഫാക്ചർ ചെയ്യുക, അതായത് നമുക്ക് മരുന്നുകൾ ഉണ്ടാക്കാനും അത് കോമ്പൗണ്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്താവശ്യമാണ്? ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമുക്ക് ആവശ്യമാണ്. ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം വാരിയസ് സോഴ്സസ് സച്ച് ആസ്. നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമുക്ക് കിട്ടുന്ന ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് കിട്ടുന്നത് വെച്ചാൽ അനിമൽസ് നിന്ന് കിട്ടുന്നുണ്ട്. വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്ലാന്റ് സോഴ്സ് ആണ് അല്ലേ? വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്നുണ്ട്, അനിമൽസ് നിന്ന് കിട്ടുന്നുണ്ട്, മിനറൽസ് എന്നൊക്കെ നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഒന്നും കൂടി പറയാം. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻസ്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ഓഫ് ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിന് എന്തുണ്ടാവില്ല? ഓഫ് വിച്ച് ആർ ഓഫ് ലിറ്റിൽ ഓർ ചെറിയ അളവിൽ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? നോ തെറാപ്യൂട്ടിക് വാല്യൂ. ഒന്നിക്ക് ചെറിയ രീതിയിലുള്ള ഔഷധ ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവുക? ഔഷധ ഗുണം ഉണ്ടാവില്ല. പക്ഷെങ്കിൽ നമുക്കത് മരുന്ന് ഉണ്ടാക്കണം വെച്ചെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമുക്ക് ആവശ്യമാണ്. അതാണ് പറയുന്നത്. ആൻഡ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓർ കോമ്പൗണ്ടിങ്. മരുന്ന് നിർമ്മിക്കാനും മരുന്നുണ്ടാക്കാനൊക്കെ നമുക്ക് എന്താവശ്യമാണ്? വ്യത്യസ്ത തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നത്? ആനിമൽസ് നിന്ന് കിട്ടുന്നുണ്ട്, വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്നുണ്ട്, മിനറൽസ് നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സോഴ്സസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമുക്ക് ഏതൊക്കെ സോഴ്സ് നിന്നാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഏതൊക്കെ സോഴ്സുകളാണ് വരുന്നത്? അനിമൽ സോഴ്സ് വരുന്നുണ്ട്, വെജിറ്റബിൾ സോഴ്സ് വരുന്നുണ്ട്, മിനറൽ സോഴ്സ് വരുന്നുണ്ട്, സയന്റിഫിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, അനിമൽസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. നമുക്ക് ഏതൊക്കെ കിട്ടുന്ന ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? അനിമൽസ് നിന്ന് കിട്ടുന്ന ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? മെഡിസിൻസ്, മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ പറയുന്നത്? ബീസ്വാക്സ് പറയുന്നുണ്ട്, ജെലാറ്റിൻ, ഹണി, ലാക്ടോസ്, വൂൾ ഫാറ്റ്, മസ്ക്. ഓക്കെ, ഏതൊക്കെയാ വരുന്നത്? ബീസ്വാക്സ് വരുന്നുണ്ട്, ജെലാറ്റിൻ വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, ലാക്ടോസ് വരുന്നുണ്ട്, ഫാറ്റ്, മസ്ക്. ഇതൊക്കെ നമുക്ക് അനിമൽസ് നിന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്നതാണ് അല്ലെ? പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ പറയുന്നത് ബാൾസം ഓഫ് ടോളു ആണ്. ബാൾസത്തിന്റെ സ്പെല്ലിങ് BALSM ആണ് വരുള്ളൂ, എ വരില്ല കേട്ടാ. SM ഉള്ളൂ. ഓക്കെ, ബാൾസം ഓഫ് ടോളു. പിന്നെ വരുന്നത് കൊക്ക അറിയാലോ? കൊക്ക കണ്ടിട്ടില്ലേ നിങ്ങള്? കൊക്ക, കാഡമം, പെപ്പർമിന്റ്, പിന്നെ പെക്റ്റിൻ, സ്റ്റാർച്ച്, വാനില. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിനറൽസ് എന്നാണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധാതു ലവണം കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസ്പെറ്റോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബെൻഡോണൈറ്റ് വരുന്നുണ്ട്, കവോലിൻ വരുന്നുണ്ട്, പാരഫിൻ, ടാൽക്ക്, പിന്നെ വരുന്നത് കലാമിൻ വരുന്നുണ്ട്, ആസ്പെറ്റോസ് വരുന്നുണ്ട്, ചോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ മിനറൽ സോഴ്സുകളാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സയന്റിഫിക് ആണ്. സയന്റിഫിക് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അസിറ്റിക് ആസിഡ് വരുന്നുണ്ട്, ബോറിക് ആസിഡ് വരുന്നുണ്ട്, സിട്രിക് ആസിഡ് വരുന്നുണ്ട്, ഡെക്സ്ട്രോസ് വരുന്നുണ്ട്, ലാക്റ്റിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻ. ഓക്കെ, അതായത് നമ്മൾ അതിന്റെ യൂസ് അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാം കളർ കൊടുക്കാനൊക്കെ ഏതൊക്കെ എക്സാമ്പിൾ ആയിട്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ് ഏതൊക്കെയാണ്? പിന്നെ ഡൈലുവന്റ് കൂടുതൽ അളവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? മണത്തിന് കൊടുക്കുന്ന ഇപ്പൊ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ
ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ അളവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്, മധുരത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് അസിഡുലൻസ് ആണ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷന് ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അസിഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ അസിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അസിഡുലൻസ് എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, അസിഡുലൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ടാമറിൻഡ് വരുന്നുണ്ട്, ഓക്കെ, ടാമറിൻഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെമൺ ജ്യൂസ് ഒക്കെയാണ് എന്തിന് വരുന്നത്, അസിഡുലൻസിൽ ക്ലാസ്സിൽ വരുന്നത് അല്ലേ. അസിഡുലൻസിൽ വരുന്നത് ഏതൊക്കെയാണ്, ടാമറിൻഡ്, ലെമൺ ജ്യൂസ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കളറിങ് ഏജന്റ് ആണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ തന്നെയാണോ ഹെഡിങ് എഴുതിയിരിക്കുന്നത്, കളറിങ് ഏജന്റ്. രണ്ടാമത്തെ വരുന്നത് കളറിങ് ഏജന്റ് ആണ്. കളറിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളർ കൊടുക്കാം, കളേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കളറിങ് ഏജന്റ് എന്നാക്കിക്കോളൂ അത്. കളറിങ് ഏജന്റ് ആണ്. കളറിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാരമൽ യൂസ് ചെയ്യുന്നുണ്ട്, ടർമറിക് യൂസ് ചെയ്യുന്നുണ്ട്, സാഫ്രോൺ, ഇൻഡിഗോ കഴിഞ്ഞിട്ട് കോമ ഉണ്ട് കേട്ടോ. ഇൻഡിഗോ വേറെയാണ്, ക്ലോറോഫിൽ 2 വേറെയാണ്. ഓക്കെ, ഇൻഡിഗോ വേറെയാണ്, ക്ലോറോഫിൽ വേറെയാണ്. ക്ലോറോഫിൽ തന്നെ ഉള്ളൂ കേട്ടോ. ക്ലോറോഫിൽ ഓക്കെ. കളറിങ് ഏജന്റിൽ ഏതൊക്കെ വരുന്നത്, കാരമൽ വരുന്നുണ്ട്, ടർമറിക് വരുന്നുണ്ട്, സാഫ്രോൺ, ഇൻഡിഗോ, ക്ലോറോഫിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡൈലുവൻസ് ആണ്. ഡൈലുവൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി, നേർപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. സിന്നമൺ വാട്ടർ വരുന്നുണ്ട്, പെപ്പർമെന്റ് വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, സിന്നമൺ വാട്ടർ വരുന്നുണ്ട്, പെപ്പർമെന്റ് വാട്ടർ വരുന്നുണ്ട്, ഒലീവ് ഓയിൽ വരുന്നുണ്ട്. സിന്നമൺ വാട്ടർ വരുന്നുണ്ട്, പെപ്പർമെന്റ് വാട്ടർ വരുന്നുണ്ട്, ഒലീവ് ഓയിൽ വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫ്ലേവേഴ്സ് ആണ്. ഫ്ലേവേഴ്സിൽ വരുന്നത് കാഡമം വരുന്നുണ്ട്, സിന്നമൺ വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്, ലെമൺ ഓയിൽ വരുന്നുണ്ട്. ലെമൺ ഓയിൽ കഴിഞ്ഞിട്ട് കോമൺ ഉണ്ട് കേട്ടോ. ലെമൺ ഓയിൽ കഴിഞ്ഞിട്ട് ഓറഞ്ച് പീൽ വരുന്നുണ്ട്. ഓക്കെ, ഫ്ലേവേഴ്സ് നമ്മൾ സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ കാഡമം യൂസ് ചെയ്യുന്നുണ്ട്, സിന്നമൺ യൂസ് ചെയ്യുന്നുണ്ട്, റോസ്, ലെമൺ ഓയിൽ, ഓറഞ്ച് പീൽ, ഇതൊക്കെ നമ്മൾ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന സ്വീറ്റനിങ് ഏജന്റ് അല്ലെ, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ഡ്രഗ്സിൽ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഹണി വരുന്നുണ്ട്, സോർബൈറ്റ്, സാക്കറിനൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെ വരുന്ന, ഹണി വരുന്നുണ്ട്, സോർബൈറ്റ് വരുന്നുണ്ട്, സാക്കറിനൊക്കെ എന്തിൽ വരുന്നുണ്ട്, സ്വീറ്റനിങ് ഏജന്റിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെഹിക്കിൾസ് ആണ്. വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാ, അരാച്ചസ് ഓയിൽ വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, സെസമി ഓയിൽ വരുന്നുണ്ട്. അരാച്ചസ് ഓയിൽ വരുന്നുണ്ട്, ഹണി എന്നാണ് കേട്ടോ, HONEY ആണ്, ഹണിയാണത് കേട്ടോ. അരാച്ചസ് ഓയിൽ, ഹണി, സെസമി ഓയിലൊക്കെയാണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഹണി രണ്ടിലും വരുന്നുണ്ട് കേട്ടോ, സ്വീറ്റനിങ് ഏജന്റിലും വരുന്നുണ്ട്, വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ആരാ ഒന്ന് പറയാ ഡ്രഗിന്റെ ഡെഫിനിഷൻ? പറഞ്ഞോളൂ. Drugs, all medicines for internal or external use of human beings or animals. Animalsനും human beingസിനും ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിനും പറയുന്നത് all substances related to be used for or in diagnosis, treatments or prevention of diseases in human beings or animals. Human beingസിനും animalsനും ട്രീറ്റ്മെന്റ് ആയിട്ടും അത് ഡയഗ്നോസിസിന്റെ പ്രിവെൻഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനെയാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. Pharmaceutical aids of natural organisms, the substances which are of little or no therapeutic value but are essentially used in manufacturing or compounding of various pharmaceuticals are known as pharmaceutical aids. Pharmaceutical aids are substances which are of little or no therapeutic value. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതില് തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ
ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് വേരിയസ് അനിമൽസിൽ നിന്നും അതുപോലെ വെജിറ്റബിൾസിൽ നിന്നും മിനറൽസിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. സോഴ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിന്റെ ഉറവിടങ്ങൾ അനിമൽസ്, വെജിറ്റബിൾസ്, അനിമൽസിൽ നിന്ന് ജലാറ്റിൻ, ഹണി, ലാക്ടോസ്, വെജിറ്റബിളിൽ നിന്നത് കൊക്ക, കാർഡമം, പെപ്പർമിന്റ്, പെക്റ്റിൻ. മിനറലിൽ നിന്ന് കിട്ടുന്നത് ബെൻസനേറ്റ്, കൗലിൻ, പാരഫിൻ, ടാർക്ക്, സലാമിൻ, ആസിഡസ്, സയന്റിഫിക് ശാസ്ത്രപരമായി കിട്ടുന്നത് അസിറ്റിക് ആസിഡ്, ഫോളിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഡെക്സ്ട്രോസ്, ലാക്റ്റിക് ആസിഡ്. Classification of pharmaceuticals of natural portions. Natural pharmaceuticals and the classifications of classes. Examples of examples: tamarind, lemon juice, coloring ingredients. Examples: caramel, turmeric, saffron, indigo, chlorophyll. Dilutes. Examples: cinnamon water, peppermint water, olive oil. Flavors. Examples: cardamom, cinnamon, rose, lemon oil, orange peel. Sweetening agents: honey, soda, saccharin. Vehicles: arachis oil, honey, sesame oil. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ കോഗ്നോസി? ഡ്രഗ് ഇവാലുവേഷൻ നോക്കാം നമുക്ക്. Evaluation of a drug means confirmation of its identity and determination of its quality and purity if adulterated. It also includes detection of nature of alteration in the drugs. In the food drugs, the different techniques involved in the standardization of food drugs as follows. Okay. അതായത് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിലയിരുത്തുക അല്ലെ. നമുക്കൊരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം, ഒന്നിക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, കൺഫർമേഷൻ ചെയ്യൂലേ, അത് തന്നെയാണെന്നുള്ളത് നമ്മൾ ഉറപ്പാക്കും. ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് എത്രത്തോളം, ആദ്യം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിന്റെ ഐഡന്റിറ്റി കൺഫേം ചെയ്യും അല്ലെ. ഐഡന്റിറ്റി അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് എന്താന്ന് അതിന്റെ ക്വാളിറ്റിയും പ്യൂരിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഗുണമേന്മ. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ശുദ്ധത. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും. ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് എത്രത്തോളം പ്യുവർ ആണ്, അത് എത്രത്തോളം ഗുണമേന്മയുള്ളതാണ് എന്നുള്ളതിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും, കണ്ടുപിടിക്കും അല്ലെ. ഇഫ് അഡൾട്ടേർഡ്, അതിലെന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ഓഫ് നാച്ചർ ഓഫ് അഡൾട്ടറേഷൻ ഇൻ ദ ക്രൂഡ് ഡ്രഗ്സ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ഓഫ് നാച്ചർ ഓഫ് അഡൾട്ടറേഷൻ ഇൻ ദ ക്രൂഡ് ഡ്രഗ്സ്. അതായത് ഔഷധ ഗുണമുള്ള നമ്മൾ ഇതിൽ എന്തെങ്കിലും അഡൾട്ടറേഷൻ, എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ ആ മായം എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. മായം എന്താണ്, അതെന്താണ്, അതിന്റെ നാച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അഡൾട്ടറേഷന്റെ, അതായത് അത് എങ്ങനത്തെ രീതിയിലുള്ള അഡൾട്ടറേഷൻ ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇഫ് അഡൾട്ടേർഡ്, ഇതിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ, ഇതിലെന്തും കൂടി നമ്മൾ ചെയ്യണം. ഈ ഡ്രഗ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി ചെയ്യണം, ആ മായം ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, the different techniques involved in the standardization of crude drugs. ഓക്കെ, അതായത് നമ്മളൊരു ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്രത്തോളം പ്യുവർ ആണ്, ഗുണമേന്മയുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും അഡൾട്ടറേഷൻ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അഡൾട്ടറന്റ് എന്താണ് ചേർത്തിരിക്കുന്നത്, ഓക്കെ,
അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡൈസ് ചെയ്യും അല്ലേ. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രഗിനെ കുറിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിവിധ തരം ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 5 തരത്തിലുള്ള ഇവാലുവേഷനാണ്, ഡ്രഗ് ഇവാലുവേഷനാണ് നടത്തുന്നത്. ഫസ്റ്റ് ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇവാലുവേഷൻ സ്പെല്ലിങ് EVALUATION ഇവാലുവേഷൻ. ഓക്കെ, ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ. പറയാവോ? ഡ്രഗ് ഇവാലുവേഷൻ ഡ്രഗ് ഇവാലുവേഷൻ ഒന്നും കൂടി പറയണോ? ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ, വിലയിരുത്തുക അല്ലെ, അത് എത്രത്തോളം പ്യുവർ ആണ്, എത്രത്തോളം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡ്രഗ് നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, നമുക്ക് ഏതാ ഡ്രഗ് എന്ന് അറിയില്ല. നമുക്കൊരാൾ ഒരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഏത് ഡ്രഗ് ആണെന്നുള്ളത് കണ്ടുപിടിക്കും. അതാണ് പറയുക കൺഫേം ഓഫ് ഇറ്റ്സ് ഐഡന്റിറ്റി. അത് ഏത് ഡ്രഗ് ആണ് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചറിയുന്നത് എന്ത് കണ്ട, അത് കൺഫേം ചെയ്യും, ഉറപ്പാക്കും, ഇന്ന ഡ്രഗ് തന്നെയാണെന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അത് എത്രത്തോളം അതിൽ ഗുണമേന്മയുള്ള ഡ്രഗ് ആണിത്, എത്രത്തോളം ഇത് പ്യുവർ ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഇപ്പൊ അതിപ്പോ അത്ര ശുദ്ധത ഉള്ളതല്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അഡൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതിലേതെങ്കിലും തരത്തിലുള്ള മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അഡൾട്രേഷൻ നടന്നതിന്റെ നാച്ചുറും കൂടി, അതെങ്ങനത്തെ നാച്ചുർ, അതായത് നാച്ചുർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സ്വഭാവം അല്ലെ, അതാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇഫ് അഡൾട്ടേർഡ്, ഇതിലെന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ഓഫ് നാച്ചർ ഓഫ് അഡൾട്രേഷൻ ഇൻ ദ ക്രൂഡ് ഡ്രഗ്സിൽ എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ചേർത്ത മായത്തിന്റെ നാച്ചുറും സ്വഭാവവും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും, കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ മുളക് പൊടിയുടെ കേസൊക്കെ പറയുന്നുണ്ട് അല്ലെ, മുളക് പൊടിയിൽ എന്ത് ചേർക്കുന്നുണ്ട്, ഇഷ്ടിക പൊടി ചേർത്തിട്ടാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ. ആദ്യം നമുക്ക് മുളക് പൊടി തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണെന്ന് അറിയില്ല, മുളക് പൊടിയാണെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും, അതിന് ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്ന സാധനമാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതത്തോളം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് എത്രത്തോളം പ്യുവർ ആണ്, എത്രത്തോളം ഗുണമേന്മയുള്ളതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, അതായത് മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കലർത്തിയ മായത്തിന്റെ കലർത്തിയ അഡൾട്ടറന്റിന്റെ സ്വഭാവം കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. അതാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ഓഫ് നാച്ചർ ഓഫ് അഡൾട്രേഷൻ ഇൻ ദ ക്രൂഡ് ഡ്രഗ്സ്. ഓക്കെ, അതായത് കലർത്തിയ മായത്തിന്റെ നാച്ചറും കൂടി നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ, അത്രയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് നമ്മൾ എത്രത്തോളം ആ ഡ്രഗ് സ്റ്റാൻഡേർഡ് ആണ്, ഗുണമേന്മയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രഗിനെ വിലയിരുത്തുന്നത് ചില ഇവാലുവേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡ്രഗിനെ വിലയിരുത്തുന്നത്. ആ ഇവാലുവേഷൻസ് ആണ് പറയുന്നത്. മെയിനായിട്ട് 5 ഇവാലുവേഷൻസ് ആണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ പറയുന്നുണ്ട്, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ പറയുന്നുണ്ട്, ഫിസിക്കൽ ഇവാലുവേഷൻ പറയുന്നുണ്ട്, കെമിക്കൽ ഇവാലുവേഷൻ പറയുന്നുണ്ട്, ബയോളജിക്കൽ ഇവാലുവേഷൻ പറയുന്നു. അങ്ങനെ 5 തരത്തിലുള്ള ഇവാലുവേഷൻസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റത്തെയും കൂടി ഈ 5 പോയിന്റും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഫസ്റ്റത്തെ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ എന്താ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ഇവാലുവേഷൻ ഓഫ് ഡ്രഗ് ബൈ കളർ. അതായത് ഒരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ ആ ഡ്രഗിന്റെ കളറും മണവും അതിന്റെ ടേസ്റ്റും സൈസും ഷേപ്പും പിന്നെന്താണ്, പിന്നെ അത് തൊട്ട് നോക്കിയിട്ട് പിന്നെ അതിന്റെ ടെക്സ്ചർ അല്ലെ, അതിന്റെ സൗണ്ട് പിന്നെന്താണ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വിലയിരുത്തുന്നതിനെയാണ്, ഒരു ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ടേസ്റ്റും സ്മെല്ലൊക്കെ നോക്കുന്നുള്ളത് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ നമുക്ക് ആംബലിഫറസ് ഫ്രൂട്ട്സ് ആണ് തന്നിട്ടുള്ളത് വിചാരിക്കും. ഓക്കെ, ആംബലിഫറസ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, നമ്മുടെ ഫെന്നലും കൊറിയാണ്ടറും ഒക്കെ ഇല്ലേ. ഫെന്നൽ എന്ന് പറയുന്നത് ജീരകമാണ് അല്ലെ, കൊറിയാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മല്ലി. ഇതൊക്കെ എന്താണ്, അംബലിഫറസ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ അംബലിഫറസ് ഫ്രൂട്ട്സിനെല്ലാം ആംബലിഫറസ് ഫ്രൂട്ട്സിനൊക്കെ എന്താണുള്ളത്, ആരോമാറ്റിക് സ്മെല്ലാണുള്ളത്, നല്ല സ്മെല്ലാണുള്ളത് അല്ലേ. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കേസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ
സ്വീറ്റ് ടേസ്റ്റ് ഓഫ് ലിക്യൂറൈസ്. ഓക്കെ, ലിക്യൂറൈസിന് എന്താണ് സ്വീറ്റ് ടേസ്റ്റ് ആണുള്ളത്. ഇത് രണ്ടാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷനിൽ നമുക്കൊരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിലയിരുത്തുക വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞൂലേ ഡ്രഗ് ഏതാ നമ്മൾ തിരിച്ചറിയണ്ടേ. തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ നോക്കുക വെച്ചാൽ അതിന്റെ കളർ നോക്കും, അതിന്റെ ഓർഡർ, ടേസ്റ്റ്, സൈസ്, ഷേപ്പ്, പിന്നെന്താ നോക്കുക പിന്നെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കും. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ വരുന്നത്? അതിന്റെ എന്താ പറയുന്നത്, അത് തൊട്ട് നോക്കും, അതിന്റെ ടെക്സ്ചർ നോക്കും, പിന്നെ അതിന്റെ സൗണ്ട് നോക്കും, പിന്നെന്താണ് അതിന്റെ ആരോമാറ്റിക് അതിന്റെ ഇതൊക്കെ നോക്കും, സൗണ്ടും ടെക്സ്ചറും പിന്നെ തൊട്ട് നോക്കിയിട്ടൊക്കെ നമ്മൾ ആ ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യും, തിരിച്ചറിയും അല്ലേ. പിന്നെന്താ പറയുന്നത്, എക്സാമ്പിൾ ആയിട്ട് 2 കേസ് പറയുന്നുണ്ട്. നമ്മുടെ ആംബലിഫറസ് എല്ലാത്തിനും എന്താണ് നല്ല ആരോമാറ്റിക് സ്മെല്ലാണുള്ളത്. പിന്നെ ലിക്യൂറൈസ് എന്ന് പറഞ്ഞ ഡ്രഗിന് എന്താണുള്ളത്, സ്വീറ്റ് ടേസ്റ്റ്, നല്ല മധുരമുള്ള ഒരു ഡ്രഗാണ് ലിക്യൂറൈസ് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ അറിയാലേ, നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ നോക്കാം. ഹിസ്റ്റോളജിക്കൽ സ്റ്റഡീസ് ആർ മെയ്ഡ് ഫ്രം വെരി തിൻ സെക്ഷൻസ് ഓഫ് ഡ്രഗ്. നമുക്ക് തന്നുള്ള ഡ്രഗിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വെരി തിൻ ആയിട്ടുള്ള സെക്ഷൻ എടുക്കും, വെരി നേരിയ തോതിലുള്ള സെക്ഷൻ എടുക്കും. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്നിട്ട് അതിന്റെ സെൽ വോളും സെൽ വോളിന്റെ ഉള്ളിലും വേറെ സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സിനെയാണ് സെൽ കണ്ടന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. സെൽ കണ്ടന്റ്സും അതിന്റെ ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ നാരുകൾ പോലത്തെ സംഭവമാണ്, ഫൈബ്രസ് പോലത്തെ സംഭവമാണ് ട്രൈക്കോംസ് അല്ലേ. ട്രൈക്കോംസും ഫൈബേഴ്സും അതിന്റെ വെസൽസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആ ഡ്രഗ് ഏതാണെന്ന് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞത്? ഹിസ്റ്റോളജിയും സൈറ്റോളജിയും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. സെല്ലിനെ കുറിച്ചുള്ള പഠനമല്ലേ ഹിസ്റ്റോളജി. നമ്മുടെ സെല്ലിനെ കുറിച്ചുള്ള പഠനം നമ്മൾ സൈറ്റോളജി അല്ലേ സൈറ്റോളജി. ഇത് ടിഷ്യൂ ആണ്. ടിഷ്യൂസിനെ കുറിച്ച് പഠനം ഹിസ്റ്റോളജി. ഓക്കെ, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ എന്താ നോക്കാം. മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ നമ്മൾ എന്താണ്, തിൻ സെക്ഷൻ എടുക്കും, എന്നിട്ട് തന്നിട്ടുള്ള ഡ്രഗിന്റെ തിൻ ആയിട്ടുള്ള സെക്ഷൻ എടുക്കും, എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂല, അതിന്റെ സെൽ വോളിന്റെയും സെൽ കണ്ടന്റ്സിന്റെയും ട്രൈക്കോംസിന്റെയും ഫൈബ്രസിന്റെയും വെസൽസിനൊക്കെ നോക്കിയിട്ട് നമ്മൾ എല്ലാ വെസൽസും എല്ലാ ഡ്രഗിന്റെയും വെസൽസ് ആയാലും ട്രൈക്കോംസ് ആയാലും സെൽ കണ്ടന്റ്സ് ഒക്കെ ഒരുപോലെയാണോ ഉണ്ടാവുക? അല്ല, എല്ലാത്തിന്റെയും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന്റെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി നടത്തും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡ്രഗ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി പറയണോ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ? ഓക്കെ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കൊറിയാണ്ടറും ഫെന്നലും തന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതിങ്ങനെ റൗണ്ട് ആയിട്ട് നിൽക്കുന്നതാണ് അല്ലേ. നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ നടുഭാഗം കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് നല്ല സംഭവം എന്ത് ചെയ്യും, ആ റൗണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തിൻ സെക്ഷൻ എടുക്കും. തിൻ സെക്ഷൻ എടുത്തിട്ട് രണ്ടും എന്ത് ചെയ്യും, രണ്ടും വേറെ വേറെ മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കവർ സ്ലിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൈക്രോസ്കോപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും, നിരീക്ഷിക്കും അല്ലെ, ഒബ്സർവ് ചെയ്യും അല്ലെ. ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കും. എന്തൊക്കെ നോക്കും, ആ സെക്ഷന്റെ സെല്ല് കാണിക്കൂലെ, ആദ്യം സെൽ വോൾ കാണിക്കും, സെല്ലിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് കാണിക്കും, ട്രൈക്കോംസും ഫൈബേഴ്സും വെസൽസും ഒക്കെ കാണിക്കും. ഓക്കെ, അപ്പൊ ഈ ഫെന്നലിന്റെയും കൊറിയാണ്ടറിന്റെയും, ഫെന്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ജീരകം, കൊറിയാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മല്ലി അല്ലെ. അപ്പൊ രണ്ടിന്റെയും ഈ സെൽ വോൾ ആയാലും സെൽ കണ്ടന്റ്സ് ആയാലും ട്രൈക്കോംസ് ആയാലും ഫൈബേഴ്സ് ആയാലും ഈ ഫെന്നലിന്റെ ആയാലും കൊറിയാണ്ടറിന്റെ ആയാലും വ്യത്യാസം ഉണ്ടായിരിക്കും, രണ്ടും സെയിം ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡ്രഗ് ഏതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രഗ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ, ഡ്രഗിനെ വിലയിരുത്തുക, ഏത് ഡ്രഗാന്ന് മെയിൻ ആയിട്ട് പറയുന്നത് അതിൽ ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ സെൽ വോളും, അപ്പൊ നമ്മളതൊക്കെ ആദ്യം അറിഞ്ഞിരിക്കും, ഇതിനെ കുറിച്ചുള്ള വിവരമുള്ളവരായിരിക്കും അല്ലെ.
ഉള്ളത്. ഓക്കെ, ഫെന്നലാണോ കൊറിയാണ്ടർ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവും? അതിന്റെ സെല്ലിലെ കണ്ടന്റ്സും ട്രൈക്കോംസിന്റെ എണ്ണം, ട്രൈക്കോംസിന്റെ വലിപ്പം, അല്ലെങ്കിൽ ഫൈബ്രസും വെസൽസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് നമുക്ക് തന്നിട്ടുള്ള ഡ്രഗ് കൊറിയാണ്ടർ ആണോ അല്ലെങ്കിൽ ഫെന്നലാണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിലൂടെ ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഇവാലുവേഷൻ ആണ് അല്ലേ. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലേ, നമ്മൾ ഫിസിക്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? അതിന്റെ ഗ്രാവിറ്റി, ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെൽറ്റിംഗ് പോയിന്റ്, വിസ്കോസിറ്റി, സോലുബിലിറ്റി ഒക്കെയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? ഫിസിക്സിൽ പഠിക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ അത് തന്നെയാണ് നമ്മൾ ഫിസിക്കൽ ഇവാലുവേഷനിലും പറയുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ ടു ബി ഡിറ്റർമൈൻഡ് ഓഫ് ഡ്രഗ്സ്. നമ്മൾ ഡ്രഗ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ, ഡിറ്റർമൈൻ ചെയ്യുന്നത്, അളന്ന് നോക്കുന്നത് എന്താണ്? ഡ്രഗ്സിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിനെയാണ്. ഓക്കെ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഏതൊക്കെയാ നമ്മൾ നോക്കുക? ദേ മേ ഹെൽപ്പ് ഇൻ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെൽറ്റിംഗ് പോയിന്റ്, വിസ്കോസിറ്റി, സോലുബിലിറ്റി ഇൻ ഡിഫറെന്റ് സോൾവെന്റ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും? ആ തന്നിട്ടുള്ള ഡ്രഗിന്റെ ഏതൊക്കെ നോക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കും, ഡെൻസിറ്റി നോക്കും, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നോക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെൽറ്റിംഗ് പോയിന്റ്, വിസ്കോസിറ്റി, പിന്നെ വ്യത്യസ്ത തരം സോൾവെന്റിൽ ഉണ്ടാവുന്ന സോലുബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഡ്രഗിന്റെ ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യുക. തന്നിരിക്കുന്ന ഡ്രഗിനെ ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യുക എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഈ ഡ്രഗിന്റെ ഗ്രാവിറ്റി അനുസരിച്ചും, ഡെൻസിറ്റിയും, ഒപ്റ്റിക്കൽ റൊട്ടേഷനും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, മെൽറ്റിംഗ് പോയിന്റും, വിസ്കോസിറ്റിയും, പിന്നെന്താണ്? സോലുബിലിറ്റി ഇൻ ഡിഫറെന്റ് സോൾവെന്റ്, വ്യത്യസ്ത തരം സോൾവെന്റിൽ ഉണ്ടാവുന്ന സോലുബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ഇവാലുവേഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഗ്രാവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഗ്രാവിറ്റി, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാരമാണ് അല്ലേ. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഫിസിക്സിലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഗുരുത്വാകർഷണം കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ഡ്രഗിന്റെ ഓക്കേടാ. ഫിസിക്കൽ ഇവാലുവേഷൻ ആണ് പറയുന്നത്. അതായത് ഫിസിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്സിൽ പഠിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? അതിന്റെ ഗ്രാവിറ്റി, നമ്മൾ പറയില്ലേ ഗുരുത്വാകർഷണം എന്നൊക്കെ പറയില്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഘനം അല്ലെ, ഭാരം. ഓക്കെ, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഈ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് അറിയാലോ? അതിന്റെ ഓക്കെ. പിന്നെന്താണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്? വിസ്കോസിറ്റി അതിന്റെ കട്ടി. പിന്നെന്താണ്? ഡിഫറെന്റ് സോലുബിലിറ്റി ഇൻ ഡിഫറെന്റ് സോൾവെന്റ്സ്. ഓക്കെ, വ്യത്യസ്ത തരം സോൾവെന്റ്സ്, ലായകത്തില് വ്യത്യസ്ത തരം സോൾവെന്റ്സിൽ അതിന്റെ സോലുബിലിറ്റി അനുസരിച്ച് അത് എത്രത്തോളം ലയിക്കുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇത്രയും കേസുകൾ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡ്രഗിനെ ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഒരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ അതിനെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത് അല്ലേ. അതിന്റെ ഗ്രാവിറ്റി, ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെൽറ്റിംഗ് പോയിന്റ്, വിസ്കോസിറ്റി, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിനെ കടത്തിവിടുന്ന സംഭവമൊക്കെ നമ്മൾ മനസ്സിലായി. ഈ ഫിസിക്സിന്റെ സംഭവങ്ങൾ തന്നെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 10th തോന്നുന്നു. 10th പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഈ ഫിസിക്സിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഗ്രാവിറ്റി വരുന്നുണ്ട്, ഡെൻസിറ്റി വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വരുന്നുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നുണ്ട്, മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ വ്യത്യസ്ത തരം ലായനികളിൽ എത്രത്തോളം ഇത് അലിയുന്നു, സോലുബിൾ ആവുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡ്രഗിനെ ഫിസിക്കൽ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഡ്രഗ് ഏതാണെന്ന് തിരിച്ചറിയുന്നത് എന്താണ്? ഈ ഫിസിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ടാണ്. അതൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ലാസ്റ്റത്തെ കേസ് തന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഗ്രാവിറ്റി നോക്കും.
അപ്പോൾ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ഡ്രഗിന് ഇത്ര ഗ്രാവിറ്റി ആണുള്ളത്, ഇതിന്റെ ഡെൻസിറ്റി ഇത്രയാണ് വരുന്നത്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഇങ്ങനെയാണ് വരുന്നത്, അതിന്റെ സോലുബിലിറ്റി ഇത് ഇന്ന സാധനങ്ങളിലൊക്കെ ഇത്രമാത്രം സോലുബിൾ ആവും എന്നൊക്കെ ഓരോ മെഷേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് അല്ലേ. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡ്രഗിനെ എടുക്കും, അതിന്റെ ഈ സംഭവങ്ങളൊക്കെ നോക്കും, ഗ്രാവിറ്റി നോക്കും, ഡെൻസിറ്റി നോക്കും, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നോക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെൽറ്റിംഗ് പോയിന്റ്, അതിന്റെ വിസ്കോസിറ്റി കട്ടിയൊക്കെ നോക്കും. എന്നിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡ്രഗ് എന്താന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡ്രഗ് വിലയിരുത്തുക. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഡ്രഗിനെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഫിസിക്കൽ ഇവാലുവേഷൻ? ക്ലിയർ ആയി. ഓക്കെ, ഇനി കെമിക്കൽ ഇവാലുവേഷൻ ആണ്. കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, പലതരം രാസപ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് അല്ലെ കെമിക്കൽ ഇവാലുവേഷനിൽ പറയാം. അതായത് ഇറ്റ് കംപ്രൈസസ് ഡിഫറെന്റ് കെമിക്കൽ ടെസ്റ്റ് ആൻഡ് കെമിക്കൽ അസേ. അതായത് കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ഏകദേശം സിമിലാർ തന്നെയാണ് കേട്ടോ. ഓക്കെ, കെമിക്കൽ ടെസ്റ്റ്, കെമിക്കൽ അസേ എന്നൊക്കെ പറയും. ഓക്കെ, രണ്ടും എന്ത് ഈ കെമിക്കൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടെസ്റ്റുകൾ ചെയ്യും. കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ഏകദേശം സിമിലാർ തന്നെയാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ദ ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയില്ല ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതിനെ ഒറ്റയ്ക്ക് തരം തിരിച്ചിട്ട് ഒറ്റയ്ക്കായിട്ട് അല്ലേ. പിന്നെന്താണ് ഐസൊലേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ പറയില്ലേ കൊറോണ ആകുമ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക പേഷ്യന്റിനൊക്കെ. കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയും പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ശുദ്ധത വരുത്തുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റന്റ്സ് ആർ chemical methods of evaluation. Qualitative chemical tests such as acid value, saponification value and are connected under this technique. അതായത് ഒന്നുകൂടി പറയാം അതെന്താ വരുന്നത്. കണക്റ്റഡ് എന്നാണോ? ഏതാടാ? ആൾസോ കണക്റ്റഡ് എന്നാണോ? കണക്റ്റഡ് അണ്ടർ എന്നാണോ? നോക്കട്ടെ. അല്ലല്ല, കൺസീഡഡ് അണ്ടർ ദിസ്. കണ്ടില്ല, കൺസീഡഡ് അണ്ടർ ദിസ് ടെക്നിക്. അതായത് കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ വ്യത്യസ്തരം ഒരു ഡ്രഗ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡ്രഗ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, വിവിധതരം ടെസ്റ്റുകൾ ചെയ്യും, വിവിധതരം കെമിക്കൽ ടെസ്റ്റ് ചെയ്യും, കെമിക്കൽ അസേ ഒക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, ദ ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റന്റ്സ് ആർ കെമിക്കൽ methods of evaluation. Qualitative chemical test such as, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ നമുക്കൊരു ഡ്രഗ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ദ ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ, എന്നിട്ട് ആ ഡ്രഗിനെ എന്ത് ചെയ്യും, നമ്മൾ ആ ഡ്രഗിനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യും. ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റന്റ്സ് ആർ, എന്നിട്ട് അതിലുള്ള ആ ഡ്രഗിലുള്ള ആക്റ്റീവ് കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ, അത് എത്രത്തോളം അതിന് നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തും അല്ലെ. ഒരു ഡ്രഗിന് എന്ത് ചെയ്യും, അതിന്റെ ആക്റ്റീവ് കോൺസ്റ്റന്റ്സ് ഏതാന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കും. അതിനെന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്യും. എന്ത് ചെയ്യും, കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്യും. അതായത് നമ്മൾ കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് കിട്ടും നമുക്ക്. അതിന് ഓരോ വാല്യൂസിന് ഓരോ സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഓരോ സ്റ്റാൻഡേർഡുകൾ വരില്ലേ, ഇത്രേൻ്റെ ഉള്ളിൽ ഇത്ര വരികയാണെങ്കിൽ അത് നോർമൽ ആണെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്, ആസിഡ് വാല്യൂം സാപ്പോണിഫിക്കേഷൻ വാല്യൂം ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ അതിന് കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ചെയ്യും. നമുക്ക് തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ഐസൊലേഷൻ ചെയ്യും, എന്നിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഐഡന്റിഫിക്കേഷൻ ചെയ്യും. എന്നിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ അതിലത്തെ ആക്റ്റീവ് കോൺസ്റ്റന്റ്സിനെ എന്താ ചെയ്യുക, ആക്റ്റീവ് കോൺസ്റ്റന്റ്സിനെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതാ പറയുന്നത് പ്യൂരിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റന്റ്സ്.
ആർ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. അതിലുള്ള ആക്റ്റീവ് കോൺസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ ഇവാലുവേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഏതൊക്കെ കെമിക്കൽ ഇവാലുവേഷൻസ് നമ്മൾ ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. ആ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിലത്തെ ആസിഡ് വാല്യൂവും സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡ്രഗിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരിക്കൽ കൂടെ പറഞ്ഞു. പറയാം. കെമിക്കൽ ഇവാലുവേഷൻ നോക്കാം. ഇറ്റ് കംപ്രൈസസ് ഓഫ് ഡിഫറെന്റ് കെമിക്കൽ ടെസ്റ്റ് ആൻഡ് കെമിക്കൽ അസേ. നമുക്ക് തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ കെമിക്കൽ ടെസ്റ്റ് ചെയ്യും, കെമിക്കൽ അസേ ചെയ്യും. രണ്ടും ഏകദേശം സിമിലാർ തന്നെയാണ് കേട്ടോ. റിയേജൻസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് ദ ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ, നമ്മൾ എന്ത് ചെയ്യും, ആ തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അതിനെ പ്യൂരിഫൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, പ്യൂരിഫിക്കേഷൻ ടെസ്റ്റ്. നമ്മളിപ്പോൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ലാബിൽ അറിയാം. ഓക്കെ, ഓരോ ടെസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ലാബിലൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്യൂരിഫിക്കേഷൻ ടെസ്റ്റ്, ഐസൊലേഷൻ ടെസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഐസൊലേഷൻ ടെസ്റ്റും പ്യൂരിഫിക്കേഷൻ ടെസ്റ്റും ഐഡന്റിഫിക്കേഷനും ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലത്തെ ആക്റ്റീവ് കോൺസ്റ്റൻസ് ആർ കെമിക്കൽ ആക്റ്റീവ് കോൺസ്റ്റൻസ് ആർ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ തന്നിട്ടുള്ള ഡ്രഗിൽ എന്തുണ്ടായിരിക്കും, ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ ആക്റ്റീവ് കോൺസ്റ്റൻസ് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, ഐസൊലേഷൻ ടെസ്റ്റ് ചെയ്തു, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ പലതരം ടെസ്റ്റുകളും നമ്മൾ ചെയ്തു അല്ലേ, മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് സച്ച് ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, പിന്നെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡ്രഗിനെ വിലയിരുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഇവാലുവേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളിപ്പോൾ ആദ്യത്തെ ഒക്കെ വിടും. ഇങ്ങനെയാണ് കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേയും നമ്മൾ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഡ്രഗിൽ എന്തുണ്ടായിരിക്കും, ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ, ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതിൽ എത്രത്തോളം അളവിൽ ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ട്, ഇപ്പൊ അത്ര എത്രത്തോളം അതിന് എന്തുണ്ട്, അസുഖം മാറ്റാനുള്ള കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണം അല്ലെ, എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം ശുദ്ധതയുണ്ട്, എത്രത്തോളം അതിൽ ശുദ്ധത പറയുന്നത് എന്താണ്, ആക്റ്റീവ് കോൺസ്റ്റൻസിന്റെ അളവ് അനുസരിച്ചാണ് നമ്മളത് എത്രത്തോളം ശുദ്ധത ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിനാ, ആക്റ്റീവ് കോൺസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ ഔഷധ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഒരു ഡ്രഗിന്, ഒരു പ്ലാന്റിന് എന്ത് കിട്ടുക, മൂല്യം കിട്ടുക അല്ലേ, ഔഷധ ഗുണം അനുസരിച്ചിട്ടാണ്, അതാണ് പറയുന്നത്. അതിന്റെ തെറാപ്യൂട്ടിക് വാല്യൂ അനുസരിച്ചിട്ടാണ്, അതാണ് പറയുന്നത്. ആദ്യം നമ്മൾക്ക് തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ തന്നിട്ടുള്ള ഡ്രഗിൽ എന്തുണ്ടാവും, ആക്റ്റീവ് കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഐസൊലേഷൻ ചെയ്തു. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആക്റ്റീവ് കോൺസ്റ്റൻസ് നമ്മൾ വേർതിരിച്ചെടുത്തു. വേർതിരിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിനെന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകൾ ചെയ്യും. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസേ ഒക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ തന്നിട്ടുള്ള ഡ്രഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആക്റ്റീവ് കോൺസ്റ്റൻസ് നമ്മൾ വേർതിരിച്ചെടുത്തു. എന്നിട്ട് പ്യൂരിഫൈ ചെയ്തു. പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഡ്രഗ് ഏതാണെന്നുള്ളത് അതാണ് പറയുന്നത്. ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോൺസ്റ്റൻസ് ആർ കെമിക്കൽ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആക്റ്റീവ് കോൺസ്റ്റൻസിന് നമ്മൾ കെമിക്കൽ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓരോ ഇവാലുവേഷൻ പറഞ്ഞില്ലേ, ആ ഇവാലുവേഷൻ പ്രകാരം നമ്മൾ അതിൽ ആക്റ്റീവ് കോൺസ്റ്റൻസിനെ ഏതാന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ കണ്ടുപിടിച്ചിട്ടുള്ള ആക്റ്റീവ് കോൺസ്റ്റൻസിന് നമ്മൾ സാപ്പോണിഫിക്കേഷൻ വാല്യൂം ആസിഡ് വാല്യൂം പിന്നെന്താണ്, ഏതൊക്കെ വാല്യൂ പറയുന്നത്, സാപ്പോണിഫിക്കേഷൻ വാല്യൂ പറയുന്നുണ്ട്. കെമിക്കൽ ഇതിനെന്ത് ചെയ്യും, നമ്മൾ കുറേ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകൾ ചെയ്യും അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ അതിന്റെ എന്തൊക്കെ വാല്യൂ നോക്കുക, ആസിഡ് വാല്യൂ നോക്കും, സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഒക്കെ നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, ആ ഡ്രഗിനെ ആ രീതിയിൽ നമ്മൾ ആ ടെക്നിക്ക് അനുസരിച്ച് നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, കെമിക്കൽ ഇവാലുവേഷൻ. ഇതെങ്ങനെ നീ തുറന്നത്? ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ ഇവാലുവേഷൻ ആണ്. ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടൻസി ഓഫ് ക്രൂഡ് ഡ്രഗ്സ്
വെൻ ദ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടൻസി ഓഫ് ഫുഡ് ഡ്രഗ്, അതായത് ഇതിൽ എത്രത്തോളം ആക്റ്റീവ് കോൺസ്റ്റന്റ് ഉണ്ട്, അത് എത്രത്തോളം പൊട്ടൻസി എന്ന് പറയുന്നത് എന്താ, എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കണ്ടുപിടിക്കുന്നതിന്. ഓക്കെ, ഓർ ഇറ്റ്സ് പ്രിപ്പറേഷൻ ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് ഓൺ ലിവിങ് ഓർഗാനിസം like bacterial, fungal growth or animal tissue or entire animal. ഓക്കെ, അതായത് നമ്മൾ ബയോളജിക്കൽ ഇവാലുവേഷൻ ആണ് ഇപ്പോൾ പറയുന്നത്. വെൻ ദ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടൻസി ഓഫ് ഫുഡ്, ഓക്കെ, ക്രൂഡ് ഡ്രഗ് അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് പ്രിപ്പറേഷൻ ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ലിവിങ് ഓർഗാനിസം. അതായത് നമുക്കൊരു ഡ്രഗ്, ഇപ്പൊ നമുക്കൊരു മരുന്ന് കിട്ടി, ഡ്രഗ് കിട്ടി എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളൊരു ചെടി തന്നെ ഒരു ചെടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആക്റ്റീവ് കോൺസ്റ്റൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ എഫക്റ്റ് ലിവിങ് ഓർഗാനിസത്തിൽ അതിന്റെ എഫക്റ്റിനെ നമ്മൾ ആദ്യം നോക്കും. അതായത് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്ന ബാക്ടീരിയയിലും ഫംഗസിലും പിന്നെന്താണ് അനിമൽ ടിഷ്യൂസിലും പിന്നെ ചില എനിമൽസിലൊക്കെ, എൻഡയർ എനിമൽ എന്ന് പറഞ്ഞാൽ എന്താ, എനിമൽസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചില ടിഷ്യൂസിൽ മാത്രമായിട്ട് കൊടുക്കും. അതായത് ഹോൾ എനിമൽസിനും കൊടുക്കും, ചില എനിമൽസിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം നമ്മളത് കുത്തിവെക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്രഗ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ നോക്കും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡ്രഗ്, ക്രൂഡ് ഡ്രഗ്, ഓക്കെ, അതിനാവശ്യത ഗുണമുള്ള ഡ്രഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൂഡ് ഡ്രഗ് എന്ന് പറയുന്നത് അല്ലേ. പൊട്ടൻസി, അതിന്റെ ഡോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ ഡ്രഗിന്റെ ഈ പ്രിപ്പറേഷനെ നമ്മൾ എന്ത് ചെയ്യും, ലിവിങ് ഓർഗാനിസത്തില് അതിന്റെ എഫക്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ലിവിങ് ഓർഗാനിസത്തിലാണ് അതിന്റെ എഫക്റ്റ് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ലിവിങ് ഓർഗാനിസം ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, ബാക്ടീരിയ, ഫംഗൽ ഗ്രോത്ത് അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂ അല്ലെങ്കിൽ എൻഡയർ അനിമൽ ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതിലൊക്കെ നമ്മൾ അതിന്റെ എഫക്റ്റ് നോക്കും. എന്നിട്ട് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഇവാലുവേഷൻ ക്ലിയർ ആണോ? എന്നാ ഒരിക്കൽ കൂടെ പറയാമേ. ഓക്കെ, ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡ്രഗ് തന്നു. ഓക്കെ, നമുക്കത് എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം പ്രവർത്തിക്കും, നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നറിയില്ല. ഇപ്പൊ ഒരു പുതുതായിട്ടൊരു ഡ്രഗ് കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിത് ഇത് തന്നെ കേട്ടോ, ആയുർവേദിക് ഡ്രഗ് തന്നെയാണ്, നമുക്ക് എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ അതിന്റെ പൊട്ടൻസി, അത് എത്രത്തോളം സ്ട്രോങ് ആണ്, ഡോസ് ഉള്ളതാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാ, ആദ്യം നമ്മൾ ഇതിന്റെ എഫക്റ്റ് മൈക്രോ ഓർഗാനിസത്തിൽ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ, നമ്മുടെ ബാക്ടീരിയയിലും ഫംഗസിലും പിന്നെന്താണ് അനിമൽ ടിഷ്യൂസിലും. അനിമൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അനിമൽസിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അല്ലേ, ഭാഗങ്ങളിൽ മാത്രം. ചിലപ്പോൾ എന്ത് ചെയ്യും, ഓൾ അനിമൽസിനും നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രഗ്, ഓക്കെ, ഈ ക്രൂഡ് ഡ്രഗ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും. ഈ ഡ്രഗിന്റെ എഫക്റ്റ് എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കും, ആരിലൊക്കെ ഈ ബാക്ടീരിയയിൽ ഈ ഡ്രഗ് കഴിച്ചിട്ട് എന്ത് എഫക്റ്റ് ഉണ്ടായത്, ഫംഗസിലാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടായത്, അനിമൽ ടിഷ്യൂവിൽ എന്ത് മാറ്റം ഉണ്ടായത്, എൻഡയർ അനിമൽസിലൊക്കെ ഈ ഡ്രഗ് കഴിച്ചിട്ട് എന്തൊക്കെ എഫക്റ്റുകളാണ്, മാറ്റങ്ങളാണ് ഉണ്ടായത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ വിലയിരുത്തും അല്ലേ. എന്നിട്ട് അങ്ങനെ ഈ ഡ്രഗിന്റെ ഇവാലുവേഷൻ ചെയ്യുന്നതിനെയാണ്, വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഡ്രഗ് ഇവാലുവേഷൻ എന്താണെന്ന് ക്ലിയർ ആണോ? അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കിയേ. ഇവാലുവേഷൻ ഓഫ് ഡ്രഗ് മീൻസ്, ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന വിലയിരുത്തുക എന്നർത്ഥം അല്ലെ. ഡ്രഗിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വെച്ചാൽ അതിന്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക, അത് ഏത് ഡ്രഗാന്ന് നമ്മൾ കൺഫേം ചെയ്യും അല്ലെ. കൺഫേം ചെയ്യും, അത് എന്താന്ന് കൺഫേം ചെയ്യും, അത് എന്താന്ന് തിരിച്ചറിയുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിറ്റർമിനേഷൻ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി, പ്യൂരിറ്റി, അതിന്റെ ക്വാളിറ്റിയും പ്യൂരിറ്റിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും അല്ലെ, കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇഫ് അഡൾട്ടേഡ്, അതിലെന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ഓഫ് നേച്ചർ ഓഫ് അഡൾട്രേഷൻ ഇൻ ദ ക്രൂഡ് ഡ്രഗ്സ്. ഏത് തരത്തിലുള്ള അഡൾട്രേഷൻ ആണ്, മായം കലർത്തലാണ് ഈ ഡ്രഗിൽ നടന്നത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇത്ര മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഓക്കെ,
പിന്നെന്താ പറയുന്നത്, നമ്മൾ ഈ ഡ്രഗിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്യുവർ ആണ്, എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രത്യേക ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് പറയുന്നത്, ഡ്രഗ് ഇവാലുവേഷൻ ഏതൊക്കെയാണ് പറയുന്നത്, ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ പറയുന്നുണ്ട്, മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ പറയുന്നുണ്ട്, ഫിസിക്കൽ ഇവാലുവേഷൻ പറയുന്നുണ്ട്, കെമിക്കൽ ഇവാലുവേഷൻ പറയുന്നുണ്ട്, ബയോളജിക്കൽ ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഇപ്പോൾ ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ ആണെങ്കിൽ നമ്മൾ അത് തൊട്ട് നോക്കും, അതിന്റെ കളർ നോക്കും, ഓർഡർ, മണം, ടേസ്റ്റ്, സൈസ്, ഷേപ്പ്, പിന്നെന്താണ്, പിന്നെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുന്നുണ്ടോ, ഇതിന് തൊട്ട് നോക്കിയിട്ടോ അതിന്റെ ടെക്സ്ചർ നോക്കിയിട്ടോ അതിന്റെ സൗണ്ട് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ ആണ്. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ആളെ കിട്ടിയ ഡ്രഗിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിന്റെ സെൽ വാളും സെൽ കണ്ടൻസിന്റെയും ട്രൈക്കോംസിന്റെയും ഫൈബ്രസിന്റെയും വെസൽസിന്റെയും അതിന്റെ വലിപ്പവും ഷേപ്പും ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അങ്ങനെ ഡ്രഗിനെ വിലയിരുത്തുന്നതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഇവാലുവേഷൻ ആണ്. ഫിസിക്കൽ ഇവാലുവേഷനിൽ നമ്മൾ തന്നിട്ടുള്ള ഡ്രഗിന്റെ നമ്മൾ ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും ഒപ്റ്റിക്കൽ റൊട്ടേഷനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മെൽറ്റിംഗ് പോയിന്റും വിസ്കോസിറ്റിയും സോലുബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് സോൾവെൻസിലുള്ള അതിൻ്റെ സോലുബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു ഡ്രഗിനെ ഡിറ്റർമൈൻ ചെയ്യണതിന് അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യണതിനാണ് നമ്മൾ എന്തിനു പറയാം, ഫിസിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ ഇവാലുവേഷൻ ആണ്. അതായത് നമ്മൾ തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ വിവിധതരം കെമിക്കൽ ടെസ്റ്റും കെമിക്കൽ അസ്സേകളും ഒക്കെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സാപ്പോണിഫിക്കേഷൻ വാല്യൂം, ആസിഡ് വാല്യൂം ഒക്കെ പിന്നെന്താണ് ഈ വാല്യൂം, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, ആസിഡ് വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഒരു ഡ്രഗിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ ഇവാലുവേഷൻ ആണ്. ബയോളജിക്കൽ ഇവാലുവേഷനിൽ നമുക്ക് തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ എന്ത് ചെയ്യും, തന്നിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൽ അതിനെ കുത്തിവെക്കും അല്ലേ. എന്നിട്ട് അതിന്റെ ലിവിങ് ഓർഗാനിസത്തിൽ ഈ ഡ്രഗിന്റെ എഫക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. ഏതൊക്കെ ലിവിങ് ഓർഗാനിസത്തിലാണ് ഇത് നമ്മൾ കുത്തിവെക്കുക, ഈ ഡ്രഗിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നത് ഏതൊക്കെ ലിവിങ് ഓർഗാനിസത്തിലാണ്, ബാക്ടീരിയയിലും ഫംഗസിലും പിന്നെ അനിമൽ ടിഷ്യൂലും എൻറ്റയർ അനിമലിലൊക്കെ നമ്മൾ ഈ ഡ്രഗിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡ്രഗിനെ നമ്മൾ അതിന്റെ എഫക്റ്റ് ഈ ഡ്രഗിന്റെ എഫക്റ്റ് നമ്മൾ ഈ ലിവിങ് ഓർഗാനിസത്തിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് ഇതല്ലേ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത്? ഇത് നോട്ട് എഴുതിയിട്ടില്ലായിരുന്നു, ഇത് നോക്കിയാ പറയുന്നത്. നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, Okay, നോട്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് നോട്ട് തന്നിട്ടുള്ളപ്പോ തന്നെ, പക്ഷെ അത് ക്ലാസ് റൂമിലാണ് ഉള്ളത് നോട്ട്. അത് നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ നോട്ട് അന്ന് ആദ്യത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. PDF ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് അപ്പോൾ ക്ലാസ് റൂമിലല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു? ഫസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. PDF ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഇപ്പോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഇട്ടിട്ടുണ്ട് നോട്ടായിട്ട്. ഓക്കെ. ഇതെടുത്തോട്ടെ അപ്പോൾ ലാക്സേറ്റീവ്സ്. ഓക്കെ, ലാക്സേറ്റീവ്സ് എന്നാ നോക്കാം. ലാക്സേറ്റീവ്സ് നമുക്കറിയാലോ അല്ലേ. ലാക്സേറ്റീവ്സ് ആർ ദി ഡ്രഗ്സ് വിച്ച് ലൂസ് ദ ബവൽസ് ഓഫ് ദ ഡ്രഗ്സ്. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ മോഷൻ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ലാക്സേറ്റീവ്സ് ആർ ദി ഡ്രഗ്സ് വിച്ച് ലൂസ് ദ ബവൽസ് ഓഫ് ദ ഡ്രഗ്സ്. അതായത് നമ്മളെ
വവൽസ് ലൂസായി പോകാൻ വേണ്ടിയിട്ട്, നമുക്ക് മോഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ലാക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയറാ. ഇതിന്റെ വേറെ ഒരു ഡെഫിനിഷനും കൂടി പറയുന്നുണ്ട്. അതാണ് പറയുന്നത് എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾസ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റൂൾസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയും നമ്മൾ എന്തെന്ന് പറയാ, ലാക്സേറ്റീവ്സ് തന്നെയാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പർഗേറ്റീവ്സ് എന്താണെന്നാണ്. പർഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സജസ്റ്റ് മോർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഇവാക്വേഷൻ. അതായത് ചിലവരിൽ എന്തുണ്ടാവില്ല, ലാക്സേറ്റീവ്സ് കഴിച്ചാലും ശരിയായ രീതിയിൽ മോഷൻ പോയിക്കൊള്ളണം എന്നില്ല അല്ലെ, കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ ചെയ്യണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം, പർഗേറ്റീവ്. അതായത് നമ്മുടെ ലാക്സേറ്റീവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്, പർഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതാണ് പറയുന്നത് സജസ്റ്റ് മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ. നല്ല രീതിയിൽ കുറച്ചും കൂടി ഫ്ലൂയിഡ് ആയിട്ട് നമുക്ക് മോഷൻ പോകണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം, പർഗേറ്റീവ്സ് യൂസ് ചെയ്യണം. ലാക്സേറ്റീവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് എന്തെന്ന് പറയുന്നത്, പർഗേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ലാക്സേറ്റീവ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പറയുന്നത്, സെന്ന പറയുന്നുണ്ട്, ഇസാപ്ഗോൾ പറയുന്നുണ്ട്, ലിക്വിഡ് പാരഫിൻ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബവൽസ് മോഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെന്ന പറയുന്നുണ്ട്, ഇസാപ്ഗോൾ പറയുന്നുണ്ട്, ലിക്വിഡ് പാരഫിൻ ഒക്കെ പറയുന്നുണ്ട്. അതായത് ഈ ലാക്സേറ്റീവ്സിന് വേറെ ഡെഫിനേഷൻ കൂടി പറയുന്നുണ്ട്. അതായത് സോഫ്റ്റ് ഫോംഡ് എലിമിനേഷൻ ഓഫ് സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾസ് അല്ലേ. സ്റ്റൂൾസ് എന്താണ് സോഫ്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ലാക്സേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പർഗേറ്റീവ്സ് ആണ്. പർഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സജസ്റ്റ് മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ. അതായത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഫ്ലൂയിഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് പർഗേറ്റീവ്സ് എന്ന് പറയുന്നത്. പർഗേറ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, കാസ്റ്റർ ഓയിൽ വരുന്നുണ്ട്, അലോയ് വരുന്നുണ്ട്, റുബാർബ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പർഗേറ്റീവ്സിന് എക്സാമ്പിൾ പറയുന്നത്. എക്സാമ്പിൾസ് ലെക്സേറ്റീവിന്റെ എക്സാമ്പിൾസ് സെന്ന, ഇസബോൾ രണ്ടും രണ്ടാണോ അതൊന്നാണോ? സെന്ന അല്ല, സെന്ന കോമയുണ്ട് കേട്ടോ. സെന്ന വരുന്നുണ്ട്, ഇസാപ്ഗോൾ. ഇസാപ്ഗോളിന്റെ സ്പെല്ലിംഗ് ഒക്കെ സെയിം ആണ്, സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ISAPGOL ഇസാപ്ഗോൾ. ഇസാപ്ഗോൾ മറ്റേ സംഭവം അല്ലേ, തീന തന്നെയല്ലേ. ഞാൻ പിക്ചർ കാണിച്ചു, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട് അപ്പോ? ഇല്ല, സ്ക്രീൻ കാണുന്നില്ല. ഇസ്പാഗുല അല്ലേ തിന? നോക്കട്ടെ. ശരിയാ. അത് ശരിയാ. ശരിയാ, തിന തന്നെയാ. കറക്റ്റാ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സംഭവമാണ് കേട്ടോ. ഇതൊക്കെയാണല്ലേ കിളികളൊക്കെ കൊടുക്കുന്ന സംഭവം തന്നെയല്ലേ ഇത്. ഇപ്പൊ കാണുന്നുണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. ലാക്സേറ്റീവും പർഗേറ്റീവും എന്താണെന്ന് തമ്മിൽ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ അത്? ക്ലിയർ ആയി. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. മറ്റേ പർഗേറ്റീവ് ആണ് കുറച്ചും കൂടി ഫ്ലൂയിഡ് ഇവാക്വേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പർഗേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ പറയുന്നത് എന്താണ്, അലോയി ആണ് കേട്ടോ. അലോയി അറിയാലോ, അലോവേര ആണ് അല്ലേ. അതിന്റെ സിനോണിം വരുന്നത് അലോയി തന്നെയാണ്. അതിന്റെ സിനോണിം വരുന്നത് ബയോളജിക്കൽ സോഴ്സ് വരുന്നത് എന്താണ്, അലോയി ഈസ് ദ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീവ്സ് ഓഫ് കുരാക്കാവോ അലോയി, സോക്രോട്ടിൻ അലോയി, കേപ്പ് അലോയി ബിലോങ്ങിങ് ടു ദി ഫാമിലി ലിലിയാസിയെ. ഒന്നും കൂടി പറയാം, പേരുകൾ ബുദ്ധിമുട്ടുണ്ടാവൂലേ നമുക്ക്. അതായത് കുരാക്കാവോ, അതായത് 3 വെറൈറ്റി ചെടികളിൽ നിന്നാണ് നമ്മൾ അലോയിയുടെ ജ്യൂസ് എടുക്കുന്നത് കേട്ടോ. ഏതൊക്കെ വെറൈറ്റി അലോയിയുടെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ കുരാക്കാവോ അലോയി. ഏതൊക്കെയാണ്, കുരാക്കാവോ അലോയി, സോക്രോട്ടിൻ അലോയി, കേപ്പ് അലോയി, അങ്ങനെ 3 വെറൈറ്റിയിൽ പെട്ട അലോയിയുടെ
ജ്യൂസ് ആണ് കേട്ടോ. ജ്യൂസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് ലിലിയാസി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. അതായത് അലോയിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അലോയി ഏതിലാണ് വരുന്നത്? ലാക്സേറ്റീവ്സിൽ വരുന്ന ഡ്രഗ് ആണ് അലോയി എന്ന് പറയുന്നത്. നമുക്ക് പർഗേറ്റീവ് എന്താന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പർഗേറ്റീവ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. നമുക്ക് ലാക്സേറ്റീവ് എന്താണെന്നാണ് ശരിക്കും അറിഞ്ഞിരിക്കുന്നത്. ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ഫോംഡ് സ്റ്റൂൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാക്സേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ? അതായത് മോർ ഫ്ലൂയിഡ് ഇവാക്വേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഫ്ലൂയിഡ് ഇവാക്വേഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പർഗേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലാക്സേറ്റീവ്സിന്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ലാക്സേറ്റീവ്സ് ആർ ദി ഡ്രഗ്സ് വിച്ച് ലൂസ് ദ ബവൽസ്. ഇത് കിട്ടുമല്ലോ. രണ്ടും കുറച്ചും കൂടി ഫ്ലൂയിഡ് ആയിട്ട് പോകണം വെച്ചെങ്കിൽ നമ്മൾ പർഗേറ്റീവും മറ്റേത് ലാക്സേറ്റീവും ആണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? സെന്ന വരുന്നുണ്ട്, ഇസാപ്കോള്, ലിക്വിഡ് പാരഫിൻ, പിന്നെ ഏതാണ്? കാസ്റ്റർ ഓയിൽ, റുബാർബ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? അലോയി വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അലോയിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അലോയിയുടെ സിനോണിം വരുന്നത് എന്താണ്? അലോയി തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് നമ്മൾ ഈ അലോയിയുടെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഏത് വെറൈറ്റിയാണ്, ഏത് ഫാമിലിയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതാണ്? അലോയിയുടെ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്യാൻ എന്താ? ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വെറൈറ്റി അലോയിയാണ്? കുരാക്കാവോ അലോയി വരുന്നുണ്ട്, സോക്രോട്ടിൻ അലോയി വരുന്നുണ്ട്, കേപ്പ് അലോയി വരുന്നുണ്ട്. അങ്ങനെ 3 തരം വെറൈറ്റി അലോയിയാണ് നമ്മൾ ജ്യൂസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് ഏതാണ്? ലിലിയാസി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയണോ? എന്താ ആരും ഒന്നും പറയാത്തത്? ഒന്നുകൂടി പറയണേ. ഓക്കെ പറയാം. നമ്മുടെ അലോയി എന്ന് പറഞ്ഞാൽ അലോവേര തന്നെയാണ് കേട്ടോ. അലോവേര നമ്മൾ പറയുന്നത് എന്താണ്? ആയുർവേദിക് മെഡിസിൻസിലൊക്കെ നമ്മൾ അലോയി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അലോയി എങ്ങനെയാണ് നമ്മൾ അലോയിയുടെ ഏത് ഭാഗമാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. അലോയിയുടെ ജ്യൂസ് അറിയാലോ? അലോയിയുടെ ജ്യൂസ് നമ്മൾ വ്യത്യസ്ത തരം 3 അലോയിയുടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന വെറൈറ്റി അലോയിന്ന്. ഏതൊക്കെ അലോയിയാണ് നമ്മൾ പറഞ്ഞത്? കുരാക്കാവോ അലോയി വരുന്നുണ്ട്, കേപ്പ് അലോയി വരുന്നുണ്ട്, സോക്രോട്ടിൻ അലോയി വരുന്നുണ്ട്. പേര് കിട്ടിയ കുരാക്കാവോ അലോയി, സോക്രോട്ടിൻ എന്താണ്? സോക്കോട്രിൻ. ഓക്കെ, സോക്കോട്രിൻ അലോയി. പിന്നെ വരുന്നത് കേപ്പ് അലോയി, സോക്കോട്രിൻ അലോയി, കേപ്പ് അലോയി. അങ്ങനെ 3 വെറൈറ്റിയിൽ പെട്ട അലോയി വേറെന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഡ്രൈഡ് ജ്യൂസ് കളക്ട് ചെയ്യുന്നത് അല്ലേ? ജ്യൂസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? അത് കുറെ നാൾ കേടുകൂടാണ്ടിരിക്കണം അല്ലേ? അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉണക്കും. അങ്ങനെ അലോയി ജെല്ല് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഈ അലോയി ഏത് ഫാമിലിയിലാണ് വരുന്നത്? അലോയി വരുന്നത് ലിലിയാസിയെ ഫാമിലിയിലാണ് വരുന്നത്. അലോയി ഏത് ഫാമിലിയിലാണ് വരുന്നത്? ലിലിയാസിയെ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലാസ് റൂമിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഇടണോ? എന്താ വേണ്ടേ? ഫസ്റ്റ് ആദ്യം തന്നേക്കുന്നല്ലേ മാം? ഫസ്റ്റ് ആദ്യം ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് മുതൽ. നോക്കട്ടെ. ഓക്കെ, നോക്കി നോക്കാം. നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഈ ക്ലാസ്സിൽ എടുക്കണത് അന്നൊന്ന് വായിച്ച് നോക്കി നോക്കാം. അന്നൊന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, എന്നാലാണ് നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ പറ്റുന്നെങ്കിലാണ് നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇനി അഥവാ നമുക്ക് അതിൽ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോർഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല. കോക്കോണസി പഠിക്കാനൊന്നും കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പഠിക്കാൻ? ഫസ്റ്റത്തെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് ഇന്ന് എടുത്തത് ആ പോർഷൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഈ ലാക്സേറ്റീവ് എന്താണ്, പർഗേറ്റീവ് എന്താണ്, പിന്നെ നമ്മൾ കുറെ പഠിക്കുന്നുണ്ട് ഡയൂററ്റിക് എന്താണ്, പിന്നെ കുറെ അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻസും പിന്നെ അതിന്റെ ഫാമിലി ഏതാണ്, ഓക്കെ, പിന്നെ അതിന്റെ വെറൈറ്റി ഏതാണ്, അതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുക. ഓക്കെ,
ഫസ്റ്റത്തെ ഇന്നലെ എടുത്ത ക്ലാസ് ഒക്കെ ക്ലിയർ അല്ലേ ഇന്നെടുത്തത്? ക്ലിയർ ആണ്. ഇന്ന് തന്നെ വായിച്ചു നോക്കിക്കോളൂ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് എന്താന്നുള്ളത് ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അലോയി ആണ്. അലോയി എന്ന് പറയാൻ നമുക്കറിയാം അല്ലെ, കറ്റാർവാഴയാണ് അലോയി എന്ന് പറയുന്നത് അല്ലെ. കറ്റാർവാഴയുടെ ജെല്ലാണ്. കറ്റാർവാഴയുടെ എല്ലാ കറ്റാർവാഴയുടെയും നമ്മൾ എന്തെടുക്കില്ല, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല കേട്ടാ. അപ്പൊ നമ്മൾ 3 വെറൈറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാ പറയുന്നത്? സൊക്രോട്ടിൻ അലോയി പറയുന്നുണ്ട്, കേപ്പ് അലോയി പറയുന്നുണ്ട്, പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്, കുരാക്കാവോ അലോയി വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒക്കെ ലീവ്സ് ഓക്കെ അതാണ് പറയുന്നത്. ലീവ്സ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിന്റെ അലോയിയുടെ ജ്യൂസ് കിട്ടുന്നത് അല്ലെ. ലീവ്സ് നമ്മൾ അലോയിയുടെ ജ്യൂസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ അലോയി വരുന്നത് ഏത് ഫാമിലിയിലാണ്? ഈ 3 അലോയി ആയാലും അത് ഏത് ഫാമിലിയാണ് ഉൾപ്പെടുന്നത്? ലിലിയാസിയെ എന്ന് പറഞ്ഞ ഫാമിലിയാണ് വരുന്നത്. ഏത് ഫാമിലി വരുന്നത്? ലിലിയാസിയെ. അപ്പൊ അലോയിയുടെ ഫാമിലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ എഴുതുക? ലിലിയാസിയെ എഴുതണം കേട്ടാ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കോഗ്നോസിൽ പഠിക്കേണ്ടത് ഈ ഫാമിലി തന്നെയാണ് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്ക് ബ്രൗൺ ഓർ ബ്രൗണിഷ് ബ്ലാക്ക് ഓർ ബ്ലാക്ക് ഇൻ കളർ. അതായത് നമ്മൾ സാധാരണ ഇന്ത്യയിൽ കാണുന്ന അലോയിയുടെ കളർ അല്ല പറയുന്നത് കേട്ടാ. നമ്മൾ ഈ 3 വെറൈറ്റി പറഞ്ഞല്ലോ, കുരാക്കാവോ അലോയി പറയുന്നത്, സൊക്രോട്ടിൻ അലോയി, കേപ്പ് അലോയി. ഇതിന്റെ കളറിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് അതായത് ഇതിന്റെ ജെല്ലൊക്കെ കളക്ട് ചെയ്തിട്ട് ജെല്ലിനെ ഉണക്കിയിട്ട് വരുമ്പോൾ ഏത് കളറായിട്ട് മാറും? അത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇൻ കളറായിട്ട് തന്നെ മാറും അത്. ഓക്കെ, ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ അലോയിയുടെ ഒക്കെ ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടല്ലോ. അതിന് നല്ല മാത്രം മണമില്ലെങ്കിലും ഒരു ലൈറ്റ് ആയിട്ട് അലോയിയുടെ സ്മെല്ല് ഉണ്ട് അല്ലേ. അതാണ് പറയാം, അതിൻ്റെതായ ഒരു സ്മെല്ല് ഉണ്ട്. അതാണ് ക്യാരക്ടറിസ്റ്റിക്. നമുക്കൊക്കെ ഓരോ ക്യാരക്ടർ ഉണ്ട് അല്ലേ, അതായത് നമുക്ക് നമ്മുടേതായ ഒരു സ്വഭാവങ്ങളുണ്ട് അല്ലേ. അതാണ് പറയുന്നത്. അലോയിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മെല്ലാണ് അല്ലേ, മണത്തിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അലോയിക്ക് അലോയിയുടേതായ ഒരു സ്മെല്ലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് അല്ലെ, രസം. ഓക്കെ, അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്റൻസ്ലി ബിറ്റർ, അതായത് നല്ല കയ്പുണ്ട്. അത് മാത്രമല്ല നോസിയേറ്റിംഗ്, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ്. നമുക്ക് അലോയിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഇന്റൻസ്ലി ബിറ്റർ, കയ്പുണ്ട്, പിന്നെ കയ്പ് മാത്രമല്ല നോസിയേറ്റിംഗ് ആണ്. നോസിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഓക്കാനം വരുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആണുള്ളത്. അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് സൈസ് ആണ്. സൈസ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അല്ലേ, കാരണം നമ്മൾ എന്ത് ചെയ്യും, ഈ 3 വെറൈറ്റിയുടെ അലോയി വെറയുടെ ഈ 3 വെറൈറ്റിയിൽ നിന്ന് നമ്മൾ അലോയിൻ്റെ ലീവ്സ് നിന്ന് നമ്മൾ ഈ ജെല്ലൊക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ജ്യൂസൊക്കെ കളക്ട് ചെയ്ത് ഉണക്കുമ്പോൾ എന്ത് ചെയ്യും, ഉണക്കുമ്പോൾ വ്യത്യസ്ത അളവുകളിലായിരിക്കും അല്ലേ. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് മാസസ് വാരിയസ് സൈസസ്. ഇതെന്ന് പറയുന്നത് എന്താ? മാസസ് വാരിയസ് സൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് എന്ന് പറഞ്ഞാൽ എന്താ? കനം എന്നുള്ള ഉദ്ദേശമാണ് അല്ലേ. അതായത് നമ്മളിപ്പോ കുറച്ച് അളവ് എടുത്തിട്ട് ഇത്ര അളവ് എന്ന് പറയുന്നില്ല, കുറച്ച് എടുത്തിട്ട് നമ്മൾ ജെൽ ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ജെൽ മാസാണ് അല്ലേ. വേറൊരു കനത്തിൽ വേറൊരു കുറച്ചും കൂടി കൂടുതൽ അളവായാലും അതൊരു മാസം എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത സൈസിലുള്ള മാസസ് ആയിട്ടാണ് നമുക്ക് ഫോം ചെയ്യുക കേട്ടാ. ഇത്രയും ക്ലിയർ അല്ലേ? അത് സംശയം ഉണ്ടോ ഈ സൈസിന്റെ കാര്യത്തില്? ഇറ്റ് ഈസ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടുക. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടുക. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് മാസസ്, കനങ്ങളായിട്ടാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഓരോ കട്ടകളായിട്ടാണ്, വ്യത്യസ്ത തരത്തിലുള്ള കട്ടകളായിട്ടാണ് കാണുക എന്നൊക്കെ പറയില്ലേ, അതന്നെ സംഭവം. അതായത് ആലോയുടെ ജ്യൂസ് എടുത്ത് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് മാറും അല്ലേ. അപ്പൊ ഈ കട്ട വ്യത്യസ്ത തരത്തിലുള്ള കനത്തിലുള്ള കട്ടകളായിട്ടാണ് നമുക്ക് എന്ത് കാണപ്പെടുക? ആലോയി കാണപ്പെടുക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ ഇപ്പോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾ വെറൈറ്റീസ് ഓഫ് അലോയി, എല്ലാ വെറൈറ്റി അലോയിലും എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? യെല്ലോ കളേർഡ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? ബാർബലോയിൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? ബാർബലോയിൻ. അത് വേണ്ട, അത് പഠിക്കേണ്ട നിങ്ങൾ. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ,
കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കിയാൽ മതി. ഏതൊക്കെയാണ് വരുന്നത്? ബാർബലോയിൻ വരുന്നുണ്ട്, റെസിൻ വരുന്നുണ്ട്, അലോയി ഇമോഡിൻ വരുന്നുണ്ട്, പിന്നെ ബീറ്റ ബാർബലോയിൻ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് എ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് ബി വരുന്നുണ്ട്, പി കൗമാറിക് ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം നമുക്ക്. ബാർബലോയിൻ വരുന്നുണ്ട്, റെസിൻ വരുന്നുണ്ട്, അലോയി ഇമോഡിൻ വരുന്നുണ്ട്, ബീറ്റ ബാർബലോയിൻ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് എ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് ബി വരുന്നുണ്ട്, പി കൗമാറിക് ആസിഡ് വരുന്നുണ്ട്. അങ്ങനെ ഇത്രയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ആ. പേരുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. ഒന്നും കൂടി നോക്കിക്കോളൂ. ബാർബലോയിൻ പറഞ്ഞേ. ബാർബലോയിൻ, ബാർബലോയിൻ, റെസിൻ, റെസിൻ, അലോയി ഇമോഡിൻ, അലോയി ഇമോഡിൻ, ബീറ്റ ബാർബലോയിൻ, ബീറ്റ ബാർബലോയിൻ, ബീറ്റ ബാർബലോയിൻ, ബീറ്റ ബാർബലോയിൻ, ബീറ്റ ബാർബലോയിൻ എന്നാണോ? ബീറ്റ ബാർബലോയിൻ, ബി ബാർബലോയിൻ അതാണ് ബീറ്റ ബാർബലോയിൻ എന്ന് പറഞ്ഞ്. ആ, ബീറ്റ എന്നുള്ളത് ആ ബിയുടെ അടിയിലേക്ക് വാലിങ്ങനെ നീണ്ടു വാലുണ്ടോ? ഇതിൽ അങ്ങനെ വാലില്ല. ബി എന്ന് മാത്രമേ ഉള്ളൂ. ബീറ്റ ആണല്ലേ? ഓക്കെ. ബീറ്റ ബാർബലോയിൻ. പിന്നെ അലോയിനോസൈഡ്സ് എന്താ വായിക്കുക? അലോയിനോസൈഡ്സ് അല്ലേ? അലോയിനോസൈഡ്സ് എ, അലോയിനോസൈഡ്സ് ബി, അലോയിനോസൈഡ്സ് എ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് ബി വരുന്നുണ്ട്, പി കൗമാറിക് ആസിഡ് വരുന്നുണ്ട്. അലോയിനോസൈഡ്സ് അല്ലേ? അലോയിനോസൈഡ്സ് എ, അലോയിനോസൈഡ്സ് ബി വിത്ത് പി കൗമാറിക് ആസിഡ്. ഓക്കെ. ബാർബലോയിൻ, റെസിൻ, അലോയി ഇമോഡിൻ, ബീറ്റ ബാർബലോയിൻ, അലോയിനോസൈഡ്സ് എ, അലോയിനോസൈഡ്സ് ബി വരുന്നുണ്ട്, പിന്നെ പി കൗമാറിക് ആസിഡ്. കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നോട്ടിനകത്ത് വേറെയും കൊടുത്തേപ്പുണ്ടല്ലോ മിസ്സേ. എന്താടാ? ഇമോഡിൻ കഴിഞ്ഞിട്ട് നോട്ടിനകത്ത് വേറെയും കൊടുത്തേപ്പുണ്ട്. ഐസോബാർബലോയിൻ ഈസ് പ്രസന്റ് ഇൻ, അതാണ് പറഞ്ഞത്. കുറേക്കോ ഇല്ലേ? ഐസോബാർബലോയിൻ ഈസ് പ്രസന്റ് ഇൻ കുറേക്കാവോ ആൻഡ് കേപ്പ് അലോയിസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേപ്പ് അലോയിസ് കണ്ടെയ്ൻസ് ബി ബാർബിറ്റ്, അതാണ് ചോദിച്ചത്. ബി ബാർബലോയിൻ, അത് ബി എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. എന്നാണ് ബീറ്റ എന്ന് പറഞ്ഞപ്പോ സംശയം ചോദിച്ചത്. അത് ബീറ്റ ആണ് കേട്ടോ. മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ. ബാർബലോയിൻ വരുന്നുണ്ട്, റെസിൻ വരുന്നുണ്ട്, അലോയി ഇമോഡിൻ വരുന്നുണ്ട്, ബീറ്റ ബാർബലോയിൻ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് എ വരുന്നുണ്ട്, അലോയിനോസൈഡ്സ് ബി വരുന്നുണ്ട്, പി കൗമാറിക് ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇത്രയും ക്ലിയർ അല്ലേ? ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഒക്കെ വേണോ? ഒന്നും വേണ്ടല്ലോ. വേണ്ട. യൂസസ് വേണോ? യൂസസ് വേണം അല്ലേ? ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് വേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, നമ്മളൊരു ഡ്രഗ് പഠിക്കുമ്പോൾ അതിന്റെ സിനോണിം പഠിക്കും, ബയോളജിക്കൽ സോഴ്സ് പഠിക്കും, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് പഠിക്കും, കെമിക്കൽ കോൺസ്റ്റൻസ് പഠിക്കും, യൂസസ് പഠിക്കും. അങ്ങനെ 5 കാര്യങ്ങളാണ് പഠിക്കുന്നത് ഒരു ഡ്രഗിനെ കുറിച്ചിട്ട്. കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്നും വേണ്ട, അല്ല കെമിക്കൽ ടെസ്റ്റുകളൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞതെല്ലാം മറന്നുപോയി പഠിപ്പിച്ചു. ഓർമ്മ പോലും ഇല്ല. നമുക്കത് റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടില്ലല്ലോ. ഓക്കെ. ഇനി ഇത് പഠിക്കുമ്പോഴേക്ക് അനാട്ടമി ഒന്നും മറക്കരുത് കേട്ടോ. അനാട്ടമിയും കോളേജിൽ ഇല്ല. എക്സാമിന്റെ ഡേറ്റ് ഫിക്സ് ആക്കിയോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് അനാട്ടമി ഇത് എടുത്ത് കഴിയട്ടെ, കോഗ്നോസി എടുത്ത് കഴിയട്ടെ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ടൈം ഉണ്ടാവുമോ? എന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ശരിക്കും ഒന്ന് പഠിക്കണമല്ലോ. അപ്പൊ അധിക ദിവസം കിട്ടുന്നുണ്ടാവില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിന്റെ ഒപ്പം പഠിച്ചു പോകുന്നുണ്ടല്ലോ. അധിക ദിവസം ഉണ്ടാവില്ല. ടെൻഷൻ ആവുന്നുണ്ട്.
ഓക്കെ ഓക്കെ അതൊക്കെ കിട്ടും. ടെൻഷൻ അടിക്കണ്ട, അപ്പൊ കുറച്ചും കൂടി ഇതാവുള്ളൂ. ഓക്കെ നോക്കാം നമുക്ക്. ഇറിറ്റന്റ് പർഗേറ്റീവ് ആണ്. പർഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂസായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഫ്ലൂയിഡ് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇറിറ്റന്റ് പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അലോയി നമ്മൾ കോസ്മെറ്റിക്സിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിൻ മുകളിലൊരു കോട്ടിങ് പോലെ ഫോം ചെയ്തിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് റിങ്കിൾസ് ഓൺ ഫേസ്. നമ്മുടെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതായത് റിങ്കിൾസ് ഓൺ ഫേസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് റേഡിയേഷൻ ബേൺസ്. അതായത് നമുക്ക് എന്താണ് റേഡിയേഷൻ കാരണം എന്തെങ്കിലും പൊള്ളലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അലോയി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ സ്കിൻ ബ്ലെമിഷസ് ആൻഡ് ഗ്രോസ് ന്യൂ ആൻഡ് ഹെൽത്തി ടിഷ്യൂ. ഓക്കെ, അതായത് ക്ലിയർ സ്കിൻ ആവാൻ, ഓക്കെ, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും. ബ്ലെമിഷസിന്റെ സ്പെല്ലിംഗ് മീനിങ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഗ്രോസ് ഇൻ ന്യൂ ആൻഡ് ഹെൽത്തി ടിഷ്യൂ. പുതിയ ടിഷ്യൂസ് നമുക്ക് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അലോയി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അലോയി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? പർഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫ്ലൂയിഡ് ആയിട്ട് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയേഷൻ ബേൺസിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? പുതിയ ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂ ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലെമിഷസ് നോക്കാം നമുക്ക്. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ബ്ലെമിഷസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് റാഷസ് ആയാലും പിഗ്മെന്റേഷൻ ആയാലും പിന്നെ ആക്നി സ്കാർസ്, ഇതൊക്കെ എന്തിൽ പെടും? ബ്ലെമിഷസിൽ പെടും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? ബ്ലെമിഷസ് കണ്ടില്ലേ? ടൈപ്സ് ഓഫ് ബ്ലെമിഷസ്, റാഷസും പിഗ്മെന്റേഷനും പിന്നെന്താണ് ആക്നി സ്കാർസ്, ആക്നി ഒക്കെ പെടും. അപ്പൊ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്? അലോവേര നമുക്ക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അലോവേര ക്ലിയർ അല്ലേ? അലോവേര ക്ലിയർ. പിന്നെ അത് മാത്രമല്ല, അലോവേരയുടെ യൂസ് ഇനിയുണ്ട് അല്ലേ? ഇത് സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ഓഫ് ഹെയർ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അപ്ലൈ ടു പെയിൻഫുൾ ഇൻഫ്ലമേഷൻസ്. ഓക്കെ, എന്തെങ്കിലും വേദനയുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നീര് പോലെ വരിക അല്ലേ? വേദനയോട് കൂടിയുള്ള നീരുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? അലോവേര അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അലോവേരയുടെ യൂസസ് പറഞ്ഞത്. അലോവേരയുടെ യൂസസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും കൂടി നോക്കാം. അലോവേര എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? പർഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്മെറ്റിക്സിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിലെ ചുളിവുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ ബേൺസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടിയിട്ട് ബ്ലെമിഷസ് ഒക്കെ മാറ്റിയിട്ട് ക്ലിയർ സ്കിൻ ആവാനും പിന്നെന്താണ്? ഹെൽത്തി ആൻഡ് ന്യൂ ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ പെയിൻഫുൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? അലോവേര അപ്ലൈ ചെയ്യാം. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റുബാർബാണ്. റുബാർബിന്റെ സിനോണിം പറയുന്നത് റിയം, റുബാർബ്, റൈസോം എന്നാണ് കേട്ടോ. 2 സിനോണിം ആണ് വരുന്നത്. സിനോണിം ഏതാ വരുന്നത്? റിയം വരുന്നുണ്ട്, റുബാർബ് റൈസോം. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. റുബാർബ് കൺസിസ്റ്റ് ഓഫ് റൈസോംസ് ഓഫ് റിയം പാൽമേറ്റം ലിൻ ആൻഡ് അതർ സ്പീഷീസ് ഓഫ് റിയം ബിലോങ്ങിങ് ടു ദി ഫാമിലി പോളിഗോണാസിയെ. റുബാർബ് നിങ്ങൾക്ക് കാണിച്ചു തന്നോ? പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടോ? കാണിച്ചു തരാം, മറന്നുണ്ടാവും. കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല ഏതാണെന്നുള്ളത്. ഓക്കെ പിക്ചർ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കാണുന്നുണ്ട്.
ഇതാണ് റുബാർബ് എന്ന സംഭവം. മലയാളം നോക്കി നോക്കാം. നിത്യഹരിത ഒരിനം പേര് ശരിക്കും കാണിക്കുന്നില്ല കേട്ടോ. ഒരിനം നിത്യഹരിത ചെടി എന്ന് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇല തന്നെയാണ് അല്ലേ. മെയിൻ ആയിട്ട് കണ്ടില്ലേ, ഈ പിക്ചറിൽ കണ്ടില്ലേ, ഇലയാണ് ശരിക്ക് കാണിക്കുന്നത്. ചീരയാണോ? അല്ലല്ലേ, ചീരയാണോ? ചീരയല്ല, ഇതിലൊരു ബീട്രൂട്ട് പോലത്തെ സാധനം കാണുന്നുണ്ട്. അതെ അതെ അത് അതുമല്ല. അതെ അതെ. Okay. ബീട്രൂട്ട് ആണോ? അതും അല്ലേ, അതല്ല. മെയിനായിട്ട് അതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇലയാണ് അല്ലേ. ഇലയുടെ ഇങ്ങനെ ഈ റൈസോം എന്ന് പറഞ്ഞാൽ എന്താ, മുളച്ച് വരുന്ന ഭാഗമാണ് അല്ലേ. കൂമ്പ് പോലത്തെ അല്ലേ റൈസോം. റൈസോം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ആ മുളകളാണ് കേട്ടോ. ഇങ്ങനെ മുളച്ച് വരുന്നില്ലേ പുതിയതായിട്ട്, അതിനാണ് നമ്മൾ റൈസോം എന്ന് പറയുന്നത്. റുബാർബിന്റെ പിക്ചർ കണ്ടില്ലേ. അപ്പം ഇനി നമുക്ക് റുബാർബ് എന്താ നോക്കാം. റുബാർബിന്റെ സിനോണിം വരുന്നത് റിയം എന്ന് പറയും. നമ്മൾ റിയം റൈസോം എന്ന് പറയും അല്ലെ. റുബാർബ് റൈസോം എന്ന് പറയും കേട്ടോ. റിയം എന്ന് പറയും, റുബാർബ് റൈസോം എന്ന് പറയും. അങ്ങനെ രണ്ട് പേരിൽ എന്തറിയപ്പെടുന്നുണ്ട്, റുബാർബ് അറിയപ്പെടുന്നുണ്ട്. റുബാർബിന്റെ സിനോണിം എന്ന് പറയുന്നത് റിയം എന്ന് പറയും, റുബാർബ് റൈസോം എന്നും പറയും. ഓക്കെ, അങ്ങനെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ബയോളജിക്കൽ സോഴ്സിൽ എന്താ പറയുന്നത്, റുബാർബ് കൺസിസ്റ്റ് ഓഫ് റൈസോംസ് ഓഫ് റിയം, പാൽമേറ്റം, ലിൻ ആൻഡ് അതർ സ്പീഷീസ് ഓഫ് റിയം. ഓക്കെ, അതായത് റുബാർബ് കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, റുബാർബ് നമ്മൾ നോക്കുകയാണെങ്കിൽ റുബാർബിന്റെ റൈസോം ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏത് വെറൈറ്റിയുടെയാണ്? റിയം, പാൽമേറ്റം, ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ. റിയം, പാൽമേറ്റം, റുബാർബിൽ തന്നെ കുറെ വെറൈറ്റികൾ ഉണ്ട് അല്ലെ. അതിൽ ഏത് വെറൈറ്റിയുടെ നമ്മൾ പറയുന്നത്? റിയം, പാൽമേറ്റം, ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയോ അല്ലെങ്കിൽ അതിന്റെ തന്നെ റിയം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന വേറെ റുബാർബിന്റെയോ ആണ് റൈസോംസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് ഏതാണ്? പോളിഗോണാസിയാണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. ബയോളജിക്കൽ സോഴ്സ് നോക്കിയാൽ റുബാർബിന്റെ സിനോണിം പറയുന്നത് രണ്ട് പേരാണ് പറയുന്നത്. റിയം എന്ന പേരുണ്ട്, പിന്നെന്താണ് റുബാർബ് റൈസോം എന്നും രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് റുബാർബ്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുകയാണെങ്കിൽ റുബാർബ് കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റിയം, പാൽമേറ്റം, ലിൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അല്ലെങ്കിൽ റിയം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന സ്പീഷീസിൽ ഉൾപ്പെടുന്ന വേറെ വെറൈറ്റി റുബാർബിന്റെയോ റൈസോംസ് ആണ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് പോളിഗോണേസി ആണ്. ഫാമിലി ഏതാ വരുന്നത്? പോളിഗോണേസി. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. റുബാർബ് ഒന്നുമില്ല, പ്രത്യേകിച്ച് റിയം അല്ലെങ്കിൽ റുബാർബ് റൈസോം എന്നാണ് വരുന്നത്. ഫാമിലി വരുന്നത് ഏതാണ്? പോളിഗോണേസിയ വരുന്നത്. റുബാർബിന്റെ റൈസോം ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ. ഏത് വെറൈറ്റി റുബാർബിന്റെ പറഞ്ഞത്? റിയം, പാൽമേറ്റം, വെറൈറ്റിയോ അല്ല അല്ലെങ്കിൽ റിയം സ്പീഷീസിലാണ് ഉൾപ്പെടുന്ന വേറെ റുബാർബിന്റെയോ ആണ് നമ്മൾ എന്ത് റൈസോംസ് കളക്ട് ചെയ്തിട്ട് മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി റുബാർബിന്റെ കളറാണ് പറയുന്നത്. ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ആണ് വരുന്നത്. റുബാർബിന്റെ കളർ പറയുന്നത് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്രന്റ് ആണ്, നല്ല സ്മെല്ലുണ്ട്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ആൻഡ് ആസ്ട്രിജന്റ് ആണ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ്, ആസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തരിപ്പുള്ള ടേസ്റ്റ്, തരിപ്പ് പോലത്തെ ടേസ്റ്റ്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് പീസസ് ഓഫ് റുബാർബ് ആർ 2 to 20 സെന്റിമീറ്റർ ഇൻ നീളം.
ലെങ്ത്. ഓക്കെ, 2 തൊട്ടിട്ട് 20 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എത്ര വരുന്നത്? 1.5 to 2 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. അതിന്റെ വീതി വരുന്നത് എത്രയാണ്? 1.5 മുതൽ 2 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് എന്താണ്? ഇതിന്റെ റൈസോംസ് വരുന്നത് സബ് സിലിണ്ട്രിക്കലോ ബാരൽ ഷേപ്പ്ഡോ ആയിരിക്കാം. ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. സബ് സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാല് അതായത് കുറ്റി പോലെ തന്നെ കുറ്റിയുടെ എല്ലാ ഭാഗം എന്തല്ല ഒരേ സൈസ് അല്ല അല്ലേ? സൈസ് വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കുറ്റി പോലെ തന്നെയാണ് സിലിണ്ടർ. സിലിണ്ട്രിക്കൽ എന്ന് പറയുന്നത് സാധാരണ കുറ്റി പോലെ അല്ലേ? സബ് സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ കുറ്റി പോലെയാണ്, പക്ഷെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ സൈസ് അല്ല. ഇപ്പൊ ഇതില് ഈ പിക്ചറിൽ തന്നെ കണ്ടോ, മുകൾ ഭാഗം കുറച്ച് കനം കുറഞ്ഞിട്ടാണ് അല്ലെ? അടിയിലേക്കാകുമ്പോൾ കുറച്ചും കൂടി വീതി കൂടിയിട്ടാണ്. പക്ഷെങ്കിൽ കുത്തനെ ആയിട്ടുള്ള സിലിണ്ടർ പോലെ തന്നെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ് സിലിണ്ട്രിക്കൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ബാരൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് കേട്ടാ. കിട്ടിയില്ലേ? ബാരൽ ഷേപ്പ്ഡ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ എടുത്ത് വരെ നാളേക്ക് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. താങ്ക് യു. Thank you, ma'am. താങ്ക് യു.